Meet the editors. അൻവർ കീഴടങ്ങിയോ എന്നാണ് ചോദ്യം. സ്മൃതി, ഇപ്പോഴാ ഏറ്റവും ഒടുവിൽ പോലും PV അൻവർ ആ നിലപാടിൽ നിന്ന് മാറുന്നില്ല. എന്നെ അത്ഭുതപ്പെടുത്തുന്നത് തെരഞ്ഞെടുപ്പിന് ഇനി 21 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. UDF ചേരാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട കക്ഷിയുടെ നേതാവ് UDF സ്ഥാനാർത്ഥി ആ മണ്ഡലത്തിൽ വിജയിക്കില്ല എന്ന് പരസ്യമായി തുറന്നു പറയുകയാണ്. ഇനി എങ്ങനെയാണ് ഈ നേതാവിനെ UDF എടുക്കുക എന്നതാണ് പ്രധാനമായിട്ടുമുള്ള ചോദ്യം. ഒരൊറ്റ ലളിതമായ ഫോർമുലയാണ് ഇന്ന് രമേശ് ചെന്നിത്തല മുന്നോട്ട് വെച്ചിരിക്കുന്നത്, VD സതീശൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഒറ്റ വാചകം പറഞ്ഞാൽ മതി, ആര്യാടൻ ഷൗക്കത്തിനെ പിന്തുണയ്ക്കാൻ തൃണമൂൽ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ UDF എടുക്കും എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതെ, അൻവർ കീഴടങ്ങിയോ? അൻവർ കീഴടങ്ങിയോ എന്ന ചോദ്യം ചോദിക്കുന്ന ഘട്ടത്തിൽ, നമ്മൾ ആദ്യം ആ ചോദ്യം തയ്യാറാക്കുന്ന ഘട്ടത്തിൽ ആദ്യത്തെ പ്രതികരണമായിരുന്നു. ആ പ്രതികരണത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നത് നയം ഞാനിപ്പോൾ വ്യക്തമാക്കുന്നില്ല എന്നാണ്. നയം വ്യക്തമാക്കുന്നില്ല എന്ന് വെച്ചാൽ ഈ പറഞ്ഞതുപോലെ ആര്യാടൻ ഷൗക്കത്തിനെ അംഗീകരിക്കുമോ അംഗീകരിക്കുകയില്ലയോ രണ്ടും പറയുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൽ ഒരു സമയം നൽകലായി അതിനെ വ്യാഖ്യാനിക്കാൻ തോന്നിയിരുന്നു. അതുകൊണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചത് കീഴടങ്ങും എന്നായിരുന്നു. പക്ഷേ അങ്ങനെയല്ല. അദ്ദേഹത്തിൻ്റെ ഈഗോ അതാണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു രാഷ്ട്രീയ നേതാവിന് വേണ്ട ഒരു എന്താ പറയുക, രാഷ്ട്രീയ സ്ഥിരത, ആലോചനയിലൊരു സ്ഥിരതയില്ല. അദ്ദേഹത്തിൻ്റെ മനസ്സിങ്ങനെ ചാടിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് ചെയ്യണം എന്നുള്ള ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കാൻ അദ്ദേഹത്തിന് പറ്റുന്നില്ല എന്നുള്ളതാണ്. നോക്കിപ്പോൾ അദ്ദേഹം അവസാനം പറഞ്ഞു നോക്കൂ, എൻ്റെ പൊസിഷൻ MLA പൊസിഷൻ ഞാൻ ത്യാഗം ചെയ്ത് കൈമാറുകയാണ് ചെയ്തത്. അപ്പോൾ കൈമാറുമ്പോൾ ഞാൻ പറയുന്ന സ്ഥാനാർത്ഥി വരണം എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയാണോ? അതിൻ്റെ നാൾ വഴികൾ പരിശോധിച്ചാൽ അങ്ങനെ ഒരു കൈമാറലാണോ യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളത്? അങ്ങനെയല്ല. പിണറായി വിജയനെതിരെ അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറാകുന്നത് മലപ്പുറവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നിലമ്പൂരുമായി ബന്ധപ്പെട്ട് ഒക്കെ കുറേ വിവരങ്ങൾ അദ്ദേഹം കൊണ്ടുവരുന്നു. അത് സർക്കാരുമായി ബന്ധപ്പെട്ട വളരെ ഗുരുതരമായ വിഷയം, പ്രത്യേകിച്ച് പോലീസുമായി ബന്ധപ്പെട്ട, ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട ഗുരുതരമായ വിഷയങ്ങളായിരുന്നു. പോലീസ് സ്റ്റേഷനിലെ മരം മുറിയിൽ തുടങ്ങി അങ്ങോട്ട് കസ്റ്റംസും പോലീസും തമ്മിലുള്ള അനാശ്വാസ ബന്ധം, സ്വർണ്ണക്കടത്ത് തുടങ്ങിയ കാര്യങ്ങൾ ഉന്നയിക്കുന്നു. ഒരു SP-യുടെ ഓഡിയോ അടക്കം പുറത്തേക്ക് വിടുന്നു. ഒടുവിൽ ആ പോലീസ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യേണ്ടി വന്നു, പിന്നെ തിരിച്ചെടുത്തെങ്കിലും. അപ്പോൾ അത്തരം നടപടികളൊക്കെ എങ്ങനെയാണ് സംഭവിച്ചത്? അദ്ദേഹം നിരന്തരം നടത്തിയ വാർത്താ സമ്മേളനങ്ങളാണ്. ആ സമയത്തൊന്നും തന്നെ UDF-ഓ കോൺഗ്രസോ ഒന്നും PV അൻവർ ശരി ഞങ്ങളിതാ PV അൻവറിൻ്റെ കൂടെ എന്ന് പറഞ്ഞിട്ടില്ല. PV അൻവറും പറഞ്ഞിട്ടില്ല ഞാൻ UDF-ലേക്കെന്ന്. അദ്ദേഹം ഒറ്റയ്ക്ക് നിന്നായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒറ്റയാൾ പോരാട്ടമായിരുന്നു. അദ്ദേഹം ഒരു വിസിൽ ബ്ലോവർ ആയിരുന്നു. ആ വിസിൽ ബ്ലോവർ ഇപ്പോൾ എങ്ങനെ അവസാനിക്കുന്നു എന്നുള്ളതിൽ ഒരു ഖേദം തോന്നുകയാണ്. കാരണം അദ്ദേഹം സ്വയം നശിക്കുകയാണോ എന്ന് സംശയിക്കുന്നു. കാരണം രാഷ്ട്രീയത്തിൽ ഒരു പ്രായോഗികത എന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം കൂടിയുണ്ടല്ലോ. അങ്ങനെ രാഷ്ട്രീയ പ്രായോഗികതയില്ലാത്ത ഒരു നേതാവായി അദ്ദേഹം അവസാനിക്കുകയാണോ എന്ന സംശയമാണ് എനിക്കുള്ളത്. അദ്ദേഹം ഉന്നയിച്ച വിഷയങ്ങൾക്ക് ശേഷം 2 ഉപതെരഞ്ഞെടുപ്പുകൾ വന്നപ്പോൾ അദ്ദേഹം പാലക്കാടും ഒരു സ്ഥാനാർത്ഥിയെ നിർത്താനാഞ്ഞു. പിന്നീട് അദ്ദേഹം പിൻവലിക്കുന്നു. ചേലക്കരയിൽ പക്ഷേ അദ്ദേഹം കോൺഗ്രസ് സ്ഥാനാർത്ഥി ഉണ്ടായിട്ടും ഒരു എതിർ സ്ഥാനാർത്ഥിയായിട്ട് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നു, കുറച്ച് വോട്ടുകൾ നേടുന്നു. അപ്പോൾ ആ ഘട്ടങ്ങളിലൊക്കെ അൻവർ എടുത്ത നിലപാട് UDF-നെ ഒന്ന് ആലോചിച്ചിട്ടുണ്ട്. എങ്ങനെ കൂടെ നിർത്താവുന്ന ഒരാളാണോ എന്നുള്ള സംശയം സ്വാഭാവികമായും ഉയരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഇത്തിരി മാറ്റിയാണ് നിർത്തിയിരുന്നത്. പിന്നീട് ഒരു സഹകരണം എന്ന രൂപത്തിലേക്ക്, വേദികൾ പങ്കിടുന്ന രൂപത്തിലേക്ക് വന്നിരുന്നത് പ്രതിപക്ഷ നേതാവ് തുടങ്ങിയ മലയോര യാത്രയിലാണ്. ആ യാത്രയിലാണ് സഹകരിച്ചത്. അപ്പോൾ മാത്രമാണ് ഒരുമിച്ച് ഒരു സഹകരിക്കുന്ന രൂപത്തിലേക്ക് വന്നത്. അതിനുശേഷം ഈ പറഞ്ഞതുപോലെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. 4 മാസം മുമ്പ് തനിക്ക് അങ്ങോട്ടേക്ക് വരണം എന്നുള്ള കത്ത് അദ്ദേഹം കൊടുത്തിരുന്നു. അതിന്മേൽ ആലോചിക്കാം എന്ന് പറഞ്ഞ് അതിങ്ങനെ ദിവസങ്ങളോളം നീട്ടി എന്നുള്ളത് അത് ലീഗിനും പ്രശ്നമായിട്ടുള്ള കാര്യമാണ്. ലീഗ് അത് ഉന്നയിച്ചിട്ടുണ്ട്. ഇനി വരാൻ പോകുന്ന UDF യോഗത്തിലും ലീഗ് അത് പറയാൻ പോകുന്നു. കാരണം കാര്യങ്ങൾ വഷളാക്കിയതിൽ ഇതിൽ കോൺഗ്രസിനും ഒരു പങ്കുണ്ട്. അത് UDF ചെയർമാനായിരിക്കുന്ന പ്രതിപക്ഷ നേതാവ് അക്കാര്യത്തിലൊരു താമസം വെച്ചു എന്നുള്ളത്, അൻവർ ഇങ്ങനെ മോശമായി രംഗത്ത് വരാനുള്ളൊരു സാഹചര്യം സൃഷ്ടിച്ചു എന്നുള്ളത്, അതിൽ പ്രായോഗികത കോൺഗ്രസും ആലോചിച്ചില്ല എന്നുള്ളൊരു പരാതി ലീഗിനുണ്ട്. ലീഗ് വരാൻ പോകുന്ന UDF യോഗത്തിൽ അത് ഉന്നയിക്കുമെന്നുള്ള കാര്യം മനസ്സിലാക്കുന്നു. അപ്പോൾ ലീഗ് അത് പറയുന്നു. പക്ഷേ അതേസമയം പ്രതിപക്ഷ നേതാവിനെതിരെ ഇത്രയും മോശമായ പരാമർശങ്ങൾ നടത്തിയ അൻവറിനെ ഇപ്പോൾ ചേർത്ത് നിർത്തണമെന്ന രൂപത്തിൽ ഒരു നേതാക്കളും ഇപ്പോൾ പ്രതികരിക്കുന്നില്ല. അൻവർ വേണമെന്നുള്ള രൂപത്തിൽ നേരത്തെ പ്രതികരിച്ച നേതാക്കൾ പോലും നിലപാട് മാറ്റണം, സ്ഥാനാർത്ഥി അംഗീകരിച്ചാൽ അടുത്ത നിമിഷം എന്നാണ് എപ്പോഴും പ്രതിപക്ഷ നേതാവ് നേരത്തെയുള്ള നിലപാടിൽ നിന്ന് മാറിയിരിക്കുന്നതാണ് മനസ്സിലാക്കുന്നത്. അതായത് ഈ മറ്റു നേതാക്കളുടെ, കോൺഗ്രസ് നേതാക്കളുടെ സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ടായിരിക്കാം എങ്കിൽ പോലും സ്ഥാനാർത്ഥി അംഗീകരിച്ചു കഴിഞ്ഞാൽ, എന്നെ പറഞ്ഞത് പോട്ടെ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്, സ്ഥാനാർത്ഥി അംഗീകരിച്ചു കഴിഞ്ഞാൽ അടുത്ത നിമിഷം സഹകരിപ്പിക്കാം. ഇപ്പോൾ അസോസിയേറ്റ് അംഗം എന്നുള്ളൊരു പുതിയ കാര്യമൊന്നുമല്ല. ഇപ്പോൾ നോക്കൂ, UDF-ൻ്റെ ഭാഗമല്ലല്ലോ കെ കെ രമ ആശയപരമായി മാറി നിൽക്കുകയാണ്. പക്ഷേ
ഒരുമിച്ച് നിൽക്കുന്നു, അസോസിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. UDF എന്ന രൂപത്തിൽ അങ്ങനെ ഒരുമിച്ചല്ലല്ലോ. അപ്പോൾ ആ രൂപത്തിൽ നിൽക്കാവുന്നൊരു സാഹചര്യമുണ്ട്. പക്ഷേ അവരെ നിരന്തരം ചീത്ത വിളിച്ചുകൊണ്ട് എങ്ങനെയാണ് അവിടേക്ക് കയറി ചെല്ലാനാവുക? അദ്ദേഹം ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നത് അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് യോഗം കഴിഞ്ഞിരിക്കുന്നു. നാളെയാണ് സ്റ്റേറ്റ് കമ്മിറ്റി എന്ന് പറയുന്നു. അതിലൊരു തീരുമാനം എന്ന രൂപത്തിൽ പി വി അൻവർ നിന്നാൽ UDF സ്ഥാനാർത്ഥി പരാജയപ്പെടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എന്താണ് പി വി അൻവറിന് മുന്നിലുള്ള ഭാവി? അത് പി വി അൻവർ ആലോചിക്കേണ്ടേ. അദ്ദേഹം എന്ത് ഇഷ്യൂ ഉന്നയിച്ചിട്ടാണ് അദ്ദേഹം ഈ പറയുന്ന ഈ സ്ഥാനത്യാഗം നടത്തിയത്? ആ സ്ഥാനത്യാഗം നടത്തുമ്പോൾ അദ്ദേഹം ഉന്നയിച്ച വിഷയങ്ങൾ അദ്ദേഹം പൂർണ്ണമായും ഇപ്പോൾ തള്ളിക്കളഞ്ഞോ, അത് വിട്ടുകളഞ്ഞോ എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. അപ്പോൾ ആരാണ് തൻ്റെ മുഖ്യ ശത്രു എന്ന് അദ്ദേഹം ഇപ്പോൾ തിരിച്ചറിയാതെ നാലുപാടും ശത്രുവിനെ തിരയുന്നു, അല്ലെങ്കിൽ നാലുപാടും ശത്രുക്കളാണെന്ന് അദ്ദേഹം കരുതുകയാണ്. അപ്പോൾ എവിടേക്കാണ് വെടിവെക്കേണ്ടതെന്ന് അദ്ദേഹത്തിന് അറിയില്ല. അപ്പോൾ അദ്ദേഹം ഇനി മത്സരിക്കാൻ പോകുന്നു എന്ന രൂപത്തിലേക്ക് പോവുകയാണെങ്കിൽ അദ്ദേഹം സ്വയം കുഴി തോണ്ടുകയാണ്. ആ രൂപത്തിൽ അത് അവസാനിക്കും എന്നുള്ളതാണ്. അദ്ദേഹത്തിന് ഒരു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് ഈ നിലമ്പൂർ വേണം എന്നുള്ളത് കൊണ്ടാണ് VS ജോയ് എന്ന പേര് പറയും. VS ജോയ് ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ താല്പര്യത്തിനനുസരിച്ച് അടുത്ത തിരഞ്ഞെടുപ്പിൽ മാറ്റി നിർത്താൻ പറ്റും. അതേസമയം ആര്യടൻ ഷൗക്കത്താണെങ്കിൽ വിട്ടുകൊടുക്കില്ല എന്നൊരു തോന്നലുണ്ട്. ഇതൊക്കെ തന്നെ നേരത്തെയുള്ള വൈരത്തിൻ്റെ തുടർച്ച തന്നെയാണ്. യഥാർത്ഥത്തിൽ ആര്യടൻ മുഹമ്മദും എന്താ പറയുക അൻവറും ഒക്കെ തമ്മിൽ നേരത്തെ ഈ പറഞ്ഞ കുടുംബപരമായ ബന്ധം തന്നെയുണ്ട്. ആര്യടൻ ഷൗക്കത്തിന് ആ പേരിട്ടത് പോലും പിന്നെ അൻവറിൻ്റെ പിതാവിൻ്റെ പേരാണ് എന്ന് പറയുന്നു. അത് ഇവരുടെ ബന്ധത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ്. അതായത് അൻവറിൻ്റെ പിതാവ് മുൻകാല കോൺഗ്രസ് നേതാവായിരുന്നല്ലോ, സ്വാതന്ത്ര്യ സമര പോരാളിയൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ ആ ഒരു ബന്ധം അവർക്കിടയിൽ ഉണ്ടായിരുന്നു. അതൊക്കെ പിന്നീട് എപ്പോഴേക്കോ മാറിപ്പോയി. അപ്പോൾ അതിലൊരു രാഷ്ട്രീയ കൗതുകം കൂടിയുണ്ട്. ഇപ്പോൾ ആര്യടൻ ഷൗക്കത്തുമായി ബന്ധപ്പെട്ട് ഈ നിമിഷവും അദ്ദേഹം പറയുന്നു വിജയിക്കില്ല എന്ന്. ഇനി എങ്ങനെയാണ് ഒരു വശത്ത് നിന്ന് ലീഗെങ്കിലും കുറേ ശ്രമിച്ചുകൊണ്ടൊന്ന് തുറന്നു വയ്ക്കാൻ നോക്കുമ്പോൾ അത് പൂർണ്ണമായും ഇവിടുന്ന് വലിച്ചടക്കുകയാണ് അൻവർ ചെയ്യുന്നത്. അപ്പോൾ ഇനിയുള്ള സാധ്യതകൾ അൻവർ എല്ലാ തരത്തിലും അടക്കുകയാണ്. ഇന്നെങ്കിലും വായടച്ച് വെക്കാമായിരുന്നു. അദ്ദേഹം വായടച്ച് വെച്ചില്ല എന്ന് മാത്രമേ രാവിലെയും പ്രതികരിച്ചു, ഉച്ചയ്ക്കും പ്രതികരിക്കുന്നു, 3 നേരം എന്നുള്ള രീതിയിൽ പ്രതികരിക്കുക. അദ്ദേഹത്തിന് മാധ്യമങ്ങളെ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൺട്രോൾ പോവുകയാണ്. എന്തൊക്കെ പ്രതികരിക്കാം, എന്തൊക്കെ പ്രതികരിക്കാൻ പാടില്ല എന്നുള്ളത് അദ്ദേഹത്തിന് അറിയില്ല. ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയ്ക്ക് ചില കാര്യങ്ങൾ പുറത്തേക്ക് പറഞ്ഞുകൂടാ എന്നുള്ള അടിസ്ഥാനപരമായൊരു തത്വം ഉണ്ടല്ലോ, അത് അദ്ദേഹത്തിനില്ല. ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ KC വേണുഗോപാൽ തനിക്ക് കൂടിക്കാഴ്ചയ്ക്ക് സമയം അനുവദിക്കാതെ പോയത് VD സതീശൻ ഭീഷണിപ്പെടുത്തിയിട്ടാണ് എന്നൊക്കെ ഒരു നേതാവിനോട് ചെവിയിൽ പറയാം. പുറത്ത് വിളിച്ച് പറയേണ്ട കാര്യമല്ല. ഒരുപക്ഷെ ഈ പറഞ്ഞതുപോലെ VD സതീശൻ എന്തെങ്കിലും പറഞ്ഞു കാണും, ഇങ്ങനെയാണ് ഞാൻ ഇത്രയും ഉറച്ചൊരു നിലപാടെടുത്ത കാര്യത്തിൽ KC എങ്ങനെ സംസാരിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടാകാം. അത് പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ, സാധ്യതകൾ സ്വയം അടക്കിയല്ലേ. ഇനിയിപ്പോൾ KC ഇടപെടുമോ? KC ഇത് കേരളത്തിൽ തീരുമാനിക്കേണ്ട കാര്യമാണെന്നുള്ളതുകൊണ്ടാണ് മാറി നിൽക്കുന്നത്. ഇത് കോൺഗ്രസിനെ സഹായിക്കാൻ, UDFനെ സഹായിക്കാൻ ഇറങ്ങേണ്ടിയിരുന്ന PV അൻവർ യഥാർത്ഥത്തിൽ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് UDFനാണ് ഏറ്റവും വലിയ തലവേദനയായിരിക്കുന്നത്. CPM വളരെ ആശ്വാസത്തോടുകൂടി, വളരെ സമാധാനത്തോടുകൂടി പതുക്കെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനിരിക്കുന്നു. അവരെ സംബന്ധിച്ച് ഇനി PV അൻവർ എന്നുള്ള ശത്രുവിൽ ഇപ്പോൾ പിണറായി വിജയൻ്റെ വാക്കുകളിൽ കറിവേപ്പില, ആ പേര് പോലും പറയാതെയാണ് കറിവേപ്പില എന്ന് പറഞ്ഞത്. ഞങ്ങൾക്കും അവർക്കും കറിവേപ്പില എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അൻവർ കീഴടങ്ങിയോ എന്നാണ് ചോദ്യം. അൻവർ കീഴടങ്ങിയിട്ടില്ല എന്ന് മാത്രമല്ല, അൻവർ ഒരു രാഷ്ട്രീയ ഈയാമ്പാറ്റയാവുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു പൊളിറ്റിക്കൽ സൂയിസൈഡിനാണ് ഇന്നിപ്പോൾ അൻവർ മത്സരിക്കുകയാണെങ്കിൽ തൃണമൂൽ കോൺഗ്രസും അൻവറും തീരുമാനമെടുത്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ് എന്ന് ഞാൻ പറയാം. ഞാൻ ഇന്നലെ അതിൻ്റെ ആദ്യത്തെ ഭാഗം സൂചിപ്പിച്ചിരുന്നു എന്തൊക്കെ സാധ്യതകളാണ് PV അൻവറിന് മുന്നിലുള്ളത് എന്ന്. ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മൾ തന്നെ പുറത്തുവിട്ട TMCയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് എടുത്ത തീരുമാനമടക്കം എന്തൊക്കെ സാധ്യതകളാണുള്ളതെന്ന് നമുക്കൊന്ന് ഡീകോഡ് ചെയ്ത് നോക്കാം. PV അൻവറിന് നിലമ്പൂർ മണ്ഡലത്തിലെ സാധ്യതകൾ ഏതു തട്ടിൽ വെച്ച് പരിശോധിച്ചാലും നഷ്ടം PV അൻവർ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിനായിരിക്കും. ഞാൻ ആർഗ്യൂ ചെയ്യാം. നമ്പർ 1, PV അൻവർ നിലവിൽ ഇപ്പോഴെടുത്തിരിക്കുന്ന തീരുമാനം ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. PV അൻവർ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി കഴിഞ്ഞാൽ സ്ഥാനാർത്ഥിയായിട്ട് നിലമ്പൂർ മണ്ഡലത്തിലുണ്ടാവുമെന്ന് ഞാൻ ഇപ്പോഴേയും വിശ്വസിക്കുന്നില്ല. PV അൻവർ ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം PV അൻവറിൻ്റെ വിലപേശൽ കൂട്ടാൻ വേണ്ടിയാണ്, ബാർഗനിങ് പവർ കൂട്ടാൻ വേണ്ടിയാണ്. അത് ശക്തമായ ബ്ലാക്ക് മെയിലിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു ആയുധമാണ് തൻ്റെ സ്ഥാനാർത്ഥിത്വം. അത് കഴിഞ്ഞാൽ അദ്ദേഹം മത്സരിക്കുകയാണെങ്കിൽ അവിടെ ചെമ്പ് തെളിയുമെന്നുള്ളത് കൊണ്ട് PV അൻവറിനെ പോലെ രാഷ്ട്രീയ നേതാവിന് അത് സാധ്യമാവില്ല. അപ്പോൾ സാധ്യത നമ്പർ 1, PV അൻവർ ഇപ്പോൾ പുറത്തു വരുന്ന വിവരമനുസരിച്ചാണെങ്കിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി UDFനെതിരെയും LDFനെതിരെയും മത്സരിക്കുന്നു എന്നിരിക്കട്ടെ. അങ്ങനെ വന്നാൽ നിലവിലുള്ള കണക്കുകൾ പ്രകാരം 7000 മുതൽ 10000 വോട്ടുകൾ വരെ ഷിഫ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് PV അൻവറിന് അനുകൂലമായിട്ട് എന്ന് വന്നാൽ. അത് നിലവിൽ പോകുന്നത് ആരുടെ വോട്ടിൽ നിന്നാണ്? നിലവിൽ ഈ 7000 മുതൽ 10000 വോട്ടുകൾ പോകാൻ സാധ്യതയുള്ളത് LDFിൻ്റെ അക്കൗണ്ടിൽ നിന്നായിരിക്കും. കാര്യം LDFിൽ കഴിഞ്ഞ തവണ മത്സരിക്കുമ്പോൾ കിട്ടിയ വോട്ടായിരിക്കുമല്ലോ പോവുക. ആ 81,000 വോട്ടിൽ നിന്നൊരു 7000 വോട്ട് PV അൻവർ പിടിച്ചു എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ 74,000 വോട്ടായിട്ട് മാറുന്ന സാഹചര്യം ഉണ്ടാവും. അതേസമയം PV അൻവറിന് കഴിഞ്ഞ തവണ വോട്ട് ചെയ്യാത്ത ആളുകളുണ്ട്, 78,000 ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
ആ 72,000 ആളുകൾ വി പ്രകാശിന് വോട്ട് ചെയ്ത ആളുകൾ ഇത്തവണ കൃത്യമായിട്ട് അവിടെ പോൾ ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായും PV അൻവറിനെ പിടിക്കുന്ന 7,000 വോട്ട് എന്ന് പറയുന്നത് UDF-ൽ നിന്നല്ല പോകാൻ പോകുന്നത്, LDF സ്വതന്ത്രമായി മത്സരിച്ച സ്ഥാനാർത്ഥി എന്ന നിലയിൽ പോകുന്ന വോട്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ അവിടെ തോൽവി LDF-നും ഒപ്പം തന്നെ PV അൻവറിനുമാകാനുള്ള സാധ്യതയുണ്ട്. കാരണം അവിടെ PV അൻവർ മുന്നോട്ട് വെച്ച രാഷ്ട്രീയ ആശയം പരാജയപ്പെടും. കാര്യം പിണറായിസത്തിനെതിരെയുള്ള പോരാട്ടമാണ് എന്ന് പറഞ്ഞ് മത്സരിച്ച് വരുന്ന PV അൻവറിന് അത് തെളിയിക്കാൻ തൻ്റെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് കഴിയാതെ വരും. നമ്പർ 2, രണ്ടാമത്തെ പരാജയം എന്ന് പറയുന്നത് PV അൻവർ ഈ മണ്ഡലത്തിൽ രാഷ്ട്രീയ അനുയോജ്യനായ സ്ഥാനാർത്ഥിയല്ല, വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിയല്ലെന്ന് പറഞ്ഞ് ആര്യാടൻ ഷൗക്കത്ത് വിജയിച്ചു വരുന്ന സാഹചര്യം ഉണ്ടാവും. അതാണ് ഒരു സാധ്യത. ഇനി രണ്ടാമത്തെ സാധ്യത, വീണ്ടും PV അൻവർ തന്നെ അവിടെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നു, UDF-ന് പുറത്താണ് മത്സരിക്കുന്നത്. അപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് അവിടെ വിജയിക്കുന്നില്ല എന്ന് കരുതുക, ആര്യാടൻ ഷൗക്കത്ത് അവിടെ പരാജയപ്പെടുന്നു, ഒരു 14,000 വോട്ടുകൾ പിടിക്കുന്നു എന്ന് കരുതുക. അത് ഞാൻ മനസ്സിലാക്കുന്നത് വളരെ ഏകദേശം അസാധ്യമായ കാര്യമാണ്. അത് UDF ക്യാമ്പിൽ നിന്നും വോട്ട് കുറയ്ക്കുകയാണെങ്കിൽ മാത്രം. അങ്ങനെയാണെങ്കിൽ നേരിയ ഭൂരിപക്ഷത്തിന് LDF സ്ഥാനാർത്ഥി വിജയിച്ചാൽ അവിടെയും തോൽവിയും നഷ്ടവും PV അൻവറിനാണ്. കാരണം PV അൻവർ ആരെയാണോ പരാജയപ്പെടുത്താൻ ശ്രമിച്ചത് ആ പിണറായിസം അവിടെ വിജയിക്കുകയും PV അൻവർ പരാജയപ്പെടുകയും PV അൻവർ ഘടകകക്ഷിയാവാൻ ആഗ്രഹിച്ച് UDF-ലെ സ്ഥാനാർത്ഥി പരാജയപ്പെടുകയും ചെയ്യും. അതോടുകൂടി PV അൻവറിന്റെ രാഷ്ട്രീയ അസ്തിത്വം എന്നേക്കുമായി അവസാനിക്കുന്നു. ദാറ്റ് ഈസ് നമ്പർ 2. അതാണ് രണ്ടാമത്തെ സാധ്യത. മൂന്നാമത്തെ സാധ്യത, ഇനി PV അൻവർ വഴങ്ങുന്നു എന്നിരിക്കട്ടെ, സംസ്ഥാന ഈ ബ്ലാക്ക് മെയിൽ തന്ത്രങ്ങൾക്കു ശേഷം ഏറ്റവും ഒടുവിൽ രണ്ടുപേരും തമ്മിലൊരു ചർച്ചയുണ്ടാവുകയും ലീഗിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി ഒടുവിൽ അസോസിയേറ്റ് ഘടകകക്ഷിയായിട്ട് പ്രഖ്യാപിക്കുകയും അതിൽ ഒരു ഒത്തുതീർപ്പ് ഫോർമുല വരികയും നിലമ്പൂർ മണ്ഡലത്തിൽ അടുത്ത തവണ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാമെന്നുള്ളൊരു ഉറപ്പ് കൊടുക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ UDF-ന്റെ ഘടകകക്ഷിയായി പ്രവർത്തിക്കുകയും ആര്യാടൻ ഷൗക്കത്ത് വിജയിക്കുകയും ചെയ്താൽ, അങ്ങനെ വിജയിച്ചു വന്നാലും PV അൻവർ മുന്നോട്ട് വെച്ച ഒരു ആശയം പരാജയപ്പെടും. എന്താണ്? ആര്യാടൻ ഷൗക്കത്ത് ഈ മണ്ഡലത്തിൽ അനുയോജ്യനായ സ്ഥാനാർത്ഥിയായിരുന്നില്ല. ആര്യാടൻ ഷൗക്കത്തിനെ PV അൻവറിൻ്റെ എതിർപ്പിനെ മറികടന്ന് സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ച സതീശൻ അവിടെ രാഷ്ട്രീയമായി വിജയം കാണുന്ന സാഹചര്യം ഉണ്ടാവും. അവിടെയും PV അൻവറിൻ്റെ പൊളിറ്റിക്കൽ സിഗ്നിഫിക്കൻസ് എന്നുള്ളത് ഏകദേശം 0 ആയി മാറും. ഇനി നാലാമത്തെ സാധ്യത, UDF-ൽ തന്നെ തുടരുകയും ആര്യാടൻ ഷൗക്കത്ത് പരാജയപ്പെടുകയും ചെയ്തു എന്നിരിക്കട്ടെ, അവിടെ വിജയിക്കുന്നത് LDF ആണെങ്കിൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ UDF-ന് ഉള്ളിലാണെങ്കിൽ പോലും ഏതെങ്കിലും തരത്തിൽ പാര വലിക്കാൻ ശ്രമിച്ചാൽ PV അൻവറിന് രാഷ്ട്രീയമായ പരാജയം സംഭവിക്കും. അവിടെയും പിണറായിസം വിജയിക്കുകയും PV അൻവറിസം പരാജയപ്പെടുകയും ചെയ്യും. അപ്പോൾ ഇതിലേത് തട്ടിൽ നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാലും ഇനി PV അൻവർ UDF-ൽ ചേരുന്നില്ല, സാധ്യത നമ്പർ 5. PV UDF-ൽ ചേരുന്നില്ല, എന്നാൽ മത്സരിക്കുന്നില്ല എന്ന തീരുമാനവും എടുക്കുക. പകരം ഒരു പിണറായിസത്തിനെതിരെയാണ് എൻ്റെ പോരാട്ടം, അതുകൊണ്ട് ഞാൻ UDF-നെതിരെ സംസാരിക്കുന്നില്ല. ഏകദേശം പാലക്കാടൻ സ്ട്രാറ്റജി എന്ന് ഞാൻ വിളിക്കും. ആ പാലക്കാടൻ സ്ട്രാറ്റജിയാണ് നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചു കഴിഞ്ഞതിന് ശേഷം PV അൻവർ പറയുന്നത്. നമ്മളോട് മാധ്യമങ്ങളോട് പറയും, പിണറായിസത്തിനെതിരെയാണ് എൻ്റെ പോരാട്ടം, അതുകൊണ്ട് എൻ്റെ സ്ഥാനാർത്ഥിത്വം UDF-ന് കുഴപ്പമാകരുത് എന്നുള്ളത് കൊണ്ട് ഞാൻ പിൻവലിപ്പിക്കുന്നു, പക്ഷേ എനിക്ക് ആര്യാടൻ ഷൗക്കത്തുള്ള വിശ്വാസം ഉള്ളത് കൊണ്ടൊന്നുമല്ല എന്ന് പറഞ്ഞ് പിൻവാങ്ങി നിൽക്കുന്ന സാഹചര്യമാണ് സാഹചര്യം നമ്പർ 5. അഞ്ചാമത്തെ ഈ സാഹചര്യത്തിലേക്ക് എത്തിയാലും അവിടെ മത്സരത്തിൽ ആര്യാടൻ ഷൗക്കത്ത് വിജയിച്ചാൽ PV അൻവർ പിന്തുണയ്ക്കാത്ത ആര്യാടൻ ഷൗക്കത്താണ് നിലമ്പൂരിൽ വിജയിക്കുന്നത്. അങ്ങനെ വരുന്ന സാഹചര്യത്തിലും ഈ PV അൻവറിനെ നിശ്ചയിച്ച VD സതീശൻ വിജയിക്കും. അപ്പോൾ സതീശനിസം അവിടെ വിജയിക്കുകയും അൻവറിസവും അവിടെ പരാജയപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവും. ഇനി പോയിന്റ് നമ്പർ 6, സാധ്യത നമ്പർ 6, PV അൻവർ നിലവിൽ UDF-ന് പുറത്തായി നിൽക്കുകയും ആര്യാടൻ ഷൗക്കത്തിനെ പാലവരിച്ച് തോൽപ്പിക്കുകയും ചെയ്ത പക്ഷം, മത്സരിക്കുന്നില്ല, തോൽപ്പിക്കുന്ന പക്ഷം വീണ്ടും പിണറായിസം അവിടെ വിജയിക്കുന്ന സാഹചര്യം ഉണ്ടാവും. അപ്പം ഒന്നുകിൽ വിജയിക്കുന്നത് പിണറായിസം, അതല്ലെങ്കിൽ വിജയിക്കുന്നത് സതീശനിസം, അതല്ലാതെ അൻവറിസം അവിടെ വിജയിക്കുമോ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. അതിൻ്റെ കാരണം അൻവറിന് ഇപ്പോഴും തൻ്റെ രാഷ്ട്രീയ എതിരാളി ആര് എന്നത് ഫിക്സ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ഏറ്റവും അപകടം പിടിച്ചൊരു സാഹചര്യത്തിലാണ് അദ്ദേഹം നിൽക്കുന്നത്. നമ്മൾ സാധാരണ പറയാറുണ്ട്, ഇന്നലെ നമ്മൾ ചർച്ചയ്ക്കിടയിൽ പറഞ്ഞതാണ്, ക്ഷമ എന്നുള്ളത് രാഷ്ട്രീയത്തിലെ ആട്ടിൻ പാലിൻ്റെ ഫലം ചെയ്യുന്ന ഔഷധമാണ്. രാഷ്ട്രീയത്തിൽ വളരെ പ്രധാനപ്പെട്ട ആട്ടിൻ സൂപ്പ് പോലെ ഫലപ്രദമാണ്. അപ്പം ആ സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ക്ഷമയില്ലാതെയാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അതിൻ്റെ കാരണം എന്താ? PV അൻവറിൻ്റെ മുന്നിൽ ഒരേ സമയം പിണറായി ആണെന്ന് പറയുകയും, പക്ഷേ പിണറായിക്കെതിരെ അല്ല, കഴിഞ്ഞ 48 മണിക്കൂർ പിണറായിക്കെതിരെ അല്ല PV അൻവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനെതിരെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വിചിത്രമായൊരു സാഹചര്യമാണ് കേരളത്തിൽ രൂപപ്പെട്ടിരിക്കുന്നത്. ഒന്ന്, പ്രതിപക്ഷ നേതാവിനെതിരെയും നിങ്ങളുടെ ഭരണകക്ഷിയിൽപ്പെട്ട മുഖ്യമന്ത്രിക്കെതിരെയും സംസാരിച്ചുകൊണ്ട് ഒരു നേതാവിന് നിൽക്കണമെങ്കിൽ അപാരമായ പിന്തുണ വേണം. അവിടെയാണ് എന്ത് ആശയത്തിന് പുറത്താണ് നിങ്ങൾ നിൽക്കുന്നത്? ഒറ്റ ആശയമേ ഉള്ളൂ. എല്ലാ അർത്ഥത്തിലും PV അൻവറിനെ ഡീകോഡ് ചെയ്താൽ നിലമ്പൂർ മണ്ഡലത്തിലെ UDF-ന്റെ സീറ്റ് 2026-ൽ തനിക്ക് കിട്ടുമോ എന്നുള്ള ഒരൊറ്റ ആശങ്കയുടെ പുറത്തും, ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ഒരു
ബിസിനസ് സ്ട്രാറ്റജിസ്റ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. അതാണ് ആര്യാടൻ ഷൗക്കത്തിനെതിരെയായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള വിരോധമായി ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു കാരണവശാലും നിങ്ങൾക്ക് ബിസിനസ്സും പൊളിറ്റിക്സും നിലമ്പൂർ പോലും മണ്ഡലത്തിൽ ഒരു പരിധിക്കപ്പുറം മിക്സ് ചെയ്യാൻ കഴിയില്ല. ഞാനിപ്പോഴും വിശ്വസിക്കുന്നു ആര്യാടൻ ഷൗക്കത്തിനെ പരാജയപ്പെടുത്തി 2014 നിന്ന് വ്യത്യസ്തമായിരുന്നു 2021 മണ്ഡലത്തിൽ പി വി അൻവറിന്റെ കാര്യങ്ങൾ. നേരെ ആഫ്രിക്കയിൽ നിന്ന് വന്ന് മത്സരിക്കുക ചെയ്തത്. പി വി അൻവർ അവിടുത്തെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുടെ ഒന്നും അറിഞ്ഞിട്ടില്ല. ആ പരിപാടികളെല്ലാം നടത്തിയതും പൂർണ്ണമായിട്ട് ആ സംഘടനാ മെഷീനറി ചലിപ്പിച്ചതും CPM ആണ്. അവിടെ ആ CPM-ഉം അവിടുത്തെ DYFI പ്രവർത്തകരുടെയും ശക്തമായ പിന്തുണയിലാണ് പി വി അൻവർ 2700 വോട്ടിന് കഷ്ടപ്പെട്ട് വിജയിച്ചു കയറുന്നത്. ആ സാഹചര്യത്തിൽ നിന്ന് പി വി അൻവർ മാറിക്കഴിയുമ്പോൾ അവിടെ രാഷ്ട്രീയമായി ഒരു അപ്രസക്തനായിട്ടുള്ള കാൻഡിഡേറ്റ് ആയിട്ട് മാറുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി ഒരു കാര്യം കൂടി ഞാൻ പ്രേക്ഷകരോട് പറയാം. ഏതെങ്കിലും സാഹചര്യത്തിൽ പി വി അൻവർ മത്സരിക്കാതിരിക്കുകയും ആര്യാടൻ ഷൗക്കത്ത് അവിടെ മത്സരിക്കുകയും മറിച്ച് LDF-ന്റെ ഒരു സ്വതന്ത്രനായ സ്ഥാനാർത്ഥി, ജനകീയനായ സ്ഥാനാർത്ഥി അവിടെ മത്സരിക്കുകയും ചെയ്താൽ, ഞാൻ ഇപ്പോഴും പറയുന്നു, ആര്യാടൻ ഷൗക്കത്ത് മത്സരിച്ചാൽ പാർട്ടി നിർത്താൻ ആലോചിക്കുന്നത് പാർട്ടി ചിഹ്നത്തിലുള്ള സംസ്ഥാന കമ്മിറ്റി അംഗത്തെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പി വി അൻവർ മത്സരിക്കുന്ന സാഹചര്യത്തിൽ. എന്നാൽ പി വി അൻവർ മത്സരിക്കാത്ത സാഹചര്യത്തിൽ ഒരു സ്വതന്ത്രനായിരിക്കും അവിടെ വരിക. ആര്യാടൻ ഷൗക്കത്തിന് അനുകൂലമായ ഒട്ടേറെ ഘടകങ്ങൾ ഞാനത് ഇന്നലെ വിശദീകരിച്ചതുകൊണ്ട് കൂടുതൽ വിശദീകരിക്കുന്നില്ല, അവിടെയുണ്ട്. BDJS സ്ഥാനാർത്ഥി നിർത്തുന്നില്ല എന്ന് കരുതുക. അങ്ങനെ നിർത്തുന്നില്ലെങ്കിൽ അവിടെയുള്ള ഈഴവ വോട്ടുകളിൽ ഭൂരിപക്ഷം വോട്ടുകളും എങ്ങോട്ട് പോകുമെന്നുള്ളതാണ്. ഞാൻ പറയാം, ആര്യാടൻ ഷൗക്കത്ത് എന്ന സാംസ്കാരിക നായകന് വഴിക്കടവടക്കമുള്ള മേഖലകളിലെ ഈഴവ കമ്മ്യൂണിറ്റിക്കിടയിൽ വലിയ സ്വാധീനമുണ്ട്. ആ വോട്ടുകൾ സ്വാഭാവികമായിട്ടും ആര്യാടൻ ഷൗക്കത്തിന് അനുകൂലമായിട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവും. ഇതൊക്കെ വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് UDF-ന്റെ ക്യാമ്പിലുള്ള ആത്മവിശ്വാസം. പി വി അൻവർ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ 6 തീരുമാനങ്ങളിൽ ഏത് സാധ്യതയാണെങ്കിലും നഷ്ടം പി വി അൻവറിനാണ്. രാഷ്ട്രീയമായി പി വി അൻവർ ഇപ്പോൾ മത്സരിക്കാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ, നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നില്ലെങ്കിൽ, അതിന് AT അബ്ദുറഹ്മാനെ നിർത്തി മത്സരിക്കാനാണ് തീരുമാനമെങ്കിൽ പോലും അതൊരു പൊളിറ്റിക്കൽ സൂയിസൈഡ് ആയിരിക്കും. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല പി വി അൻവറിലെ രാഷ്ട്രീയ ബുദ്ധി ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പി വി അൻവറിനെ പ്രോത്സാഹിപ്പിക്കുമെന്ന് കരുതുന്നില്ല. അവസാന നിമിഷം നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുക, ഇതൊരു സമ്മർദ്ദ തന്ത്രമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇത് UDF-ന് ഗുണകരമായൊരു സാഹചര്യമല്ല. ഇതെല്ലാം LDF-നെ സംബന്ധിച്ച് നിലവിൽ പ്രവർത്തിക്കാനുള്ള സാഹചര്യം കിട്ടുന്നു. 21 ദിവസമേ ഇനി ബാക്കിയുള്ളൂ. ക്യാമ്പയിൻ ചെയ്യേണ്ട വിഷയങ്ങൾ ഏതാണ്? ഏത് വിഷയമാണ് ഇന്നും മണ്ഡലത്തിൽ ചർച്ച ചെയ്യുന്നത്? ഒരു വിഷയവും മണ്ഡലത്തിൽ ചർച്ച ചെയ്യുന്നില്ല. ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് പി വി അൻവർ പ്രതിപക്ഷ നേതാവിനെതിരെ അംഗപ്പുറപ്പാട് നടത്തിക്കൊണ്ടിരിക്കുന്ന വിഷയമാണ്. അതുകൊണ്ടാണ് രമേശ് ചെന്നിത്തല, കെ മുരളീധരൻ പി വി അൻവറിനെ പിന്തുണച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകളും ഇന്നിപ്പോൾ ഒറ്റ കാര്യമല്ലേ പറയുന്നുള്ളൂ പി വി അൻവറിനോട്, നിങ്ങൾ UDF നിശ്ചയിച്ച സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കൂ. അതല്ലേ വേണ്ടത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. UDF-ലേക്ക് പോകുന്ന കക്ഷി UDF പിന്തുണച്ച ഒരു സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുകയല്ലാതെ മറ്റെന്തു മാർഗമാണുള്ളത്? ആ അർത്ഥത്തിൽ പി വി അൻവർ പൂർണ്ണമായിട്ടും നിരായുധനാക്കപ്പെട്ട് ഈ കുരുക്ഷേത്ര ഭൂമിയിൽ തളർന്നിരിക്കുന്ന, തേർത്തട്ടിൽ തളർന്നിരിക്കുന്ന ഒരാളായി മാറുകയാണ്. ഇനി ഏത് ഉപദേശം കിട്ടിയിട്ടും പി വി അൻവറിന് ഗാന്ധീവം എടുത്തു വരിക സാധ്യമല്ല. കാരണം ആ ഗാന്ധീവം എന്നാണോ ഇടതുമുന്നണിയിൽ നിന്ന് പിണങ്ങിപ്പോകുന്നത്, CPM-ഉമായിട്ട് അകന്നത്, പിണറായി വിജയനുമായിട്ട് യുദ്ധം പ്രഖ്യാപിച്ചത്, അന്ന് ഗാന്ധീവം നഷ്ടപ്പെട്ട ഒരു തേരാളിയാണ്, അല്ലെങ്കിൽ ഒരു പോരാളിയാണ് പി വി അൻവർ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തിരിച്ചുവരവ് ഏറെക്കുറെ അസാധ്യമായ ഒരു രാഷ്ട്രീയ യുദ്ധത്തിലാണ് പി വി അൻവർ ഇറങ്ങുന്നത്. UDF കീഴടങ്ങാത്ത പക്ഷം എന്നതാണ് എൻ്റെ ടേക്ക്. അൻവർ കീഴടങ്ങിയോ എന്നാണ് ചോദ്യം. അൻവർ കീഴടങ്ങിയിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, ശക്തമായി പോരാടാൻ തീരുമാനിച്ചു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പിണറായി വിജയന് വേണ്ടിയിട്ട് ഇപ്പോൾ ബാറ്റ് ചെയ്യുന്നത് VD സതീശനാണ്. ആ VD സതീശൻ്റെ ബാറ്റിൽ വീണിട്ട് എന്താണ്, ആ ബോൾ തിരിച്ച് സതീശനിലേക്ക് തന്നെ കൊള്ളുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഞാനൊരു ഉദാഹരണം പറയാം. എന്താണെന്നറിയോ, 2016 ആദ്യമായിട്ട് പി വി അൻവർ നിലമ്പൂർ മത്സരിക്കാൻ വരുന്നത്. അന്ന് ഷൗക്കത്ത് പി വി അൻവറും ഡയറക്റ്റ് മത്സരമായിരുന്നല്ലോ. അന്ന് ഷൗക്കത്തിന് അവിടെ കിട്ടിയ വോട്ട് എന്ന് പറയുന്നത് 66,354 വോട്ടാണ്. ആ 66,354 2016. 2017 VV പ്രകാശ് ആയപ്പം അത് 76,713 വോട്ടായിട്ട് വർദ്ധിച്ചു. അപ്പോൾ 10,000 വോട്ടിൻ്റെ വ്യത്യാസം കോൺഗ്രസ്സിന് ഈ ഷൗക്കത്തും ഈ VV പ്രകാശും തമ്മിലുള്ള വ്യത്യാസത്തിൽ വന്നു. എന്തുകൊണ്ട് 2016 പി വി അൻവർ അവിടെ ജയിച്ചു എന്നുള്ളതാണ്. ഇത് ഷൗക്കത്തും പി വി അൻവറും തമ്മിൽ മത്സരിച്ച സമയത്ത് കോൺഗ്രസിൻ്റെ വോട്ട് പി വി അൻവറിലേക്ക് പോയി. അങ്ങനെ എത്ര 77,854 വർദ്ധിച്ചു. അപ്പോൾ അതിന് മുൻപ് എന്താണ്, കോൺഗ്രസ്സിന് കിട്ടിയതിനേക്കാളും കൂടുതൽ വോട്ട് എവിടെ പി വി അൻവറിന് കിട്ടി. അങ്ങനെയാണ് പി വി അൻവറിനെ ജയിക്കുന്നത്. അപ്പോൾ എവിടെ നിന്നാണ്, കോൺഗ്രസിൻ്റെ കയ്യിലുണ്ടായിരുന്ന മണ്ഡലം LDF-ലേക്ക് പോകുമ്പോൾ ഈ കോൺഗ്രസിൻ്റെ കയ്യിലുണ്ടായിരുന്ന വോട്ട് അതെന്ത് ചെയ്തു, LDF-ലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അങ്ങനെയാണ് പി വി അൻവർ അവിടെ ജയിക്കുന്നത്. അതാണ് പൊതുസമ്മതനായ ഇടത് സ്വതന്ത്രനെ നിർത്താൻ കാരണം. അതുകൊണ്ടാണ് പി വി അൻവർ അവിടെ ജയിക്കുന്നത്. അതോടുകൂടി തന്നെ അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ DCC പ്രസിഡൻറ്റും നിലമ്പൂരിലെ ഏറ്റവും സമ്മതനായ, ഇത് ഇന്നേ വരെ മലപ്പുറം കണ്ടെത്താത്ത ഒരു കംപ്ലൈൻറ്റും ഒരു പരാതിയും ഒരു അഴിമതി ആരോപണം നേരിടാത്ത VV പ്രകാശിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കുന്നത്. അന്നേരം പോലും അൻവറിനെ ജയിക്കാൻ പറ്റിയില്ല. കാരണം എന്തുകൊണ്ടാണ്, കോൺഗ്രസിൽ നിന്നും അൻവറിലേക്ക് പോയ വോട്ട് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ആർക്ക് കഴിഞ്ഞിട്ടില്ല,
കഴിഞ്ഞിട്ടില്ല, ഈ പറഞ്ഞ കോൺഗ്രസ് പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതുപോലെ ആ നിൽക്കുന്ന സമയത്താണ് ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് വരുന്നത്. ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ എന്താണ്, അൻവറും PV അൻവറും ഈ ഷൗക്കത്തും ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ ഈ കോൺഗ്രസിൽ നിന്നും അൻവറിലേക്ക് ഷിഫ്റ്റ് ചെയ്ത വോട്ടും കൂടെ തിരിച്ച് കോൺഗ്രസിലേക്ക് വരികയും അവർക്ക് ഒന്നിച്ച് ജയിക്കാൻ പറ്റുകയും ചെയ്യും. അതുകൊണ്ടാണ് കുഞ്ഞാലിക്കുട്ടിയും വഹാബ് സാഹിബും ഈ പറഞ്ഞ ലീഗ് നേതാക്കന്മാരും ഈ CMBയും കോൺഗ്രസിലെ മുതിർന്ന ബോധമുള്ള നേതാക്കന്മാരും എല്ലാം പറയുന്നത് അൻവറിനെ കൂടെ നിർത്തണം എന്ന്. അത് മനസ്സിലാക്കുന്നതോട് കൂടിയിട്ട് അതോടെ ഈ 2 വോട്ടും അൻവറിലേക്ക് ഷൗക്കത്ത് മത്സരിച്ച സമയത്ത് പോയ വോട്ടും അൻവറിൻ്റെ കയ്യിലുള്ള വോട്ടും കൂടെ കൂടുമ്പോൾ ഷൗക്കത്തിന് കടന്നുകൂടാൻ പറ്റുമെന്നാണ് ഇവർ വിചാരിക്കുന്നത്. അതുപോലെ അതോടുകൂടി CPMൻ്റെ വോട്ട് എന്താവും, CPMന് ജയിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. അപ്പോൾ എന്താണ്, പിണറായി വിജയിക്കും എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെയും അൻവറിൻ്റെ നിലപാട്. അതിന് മാറ്റം ഇപ്പം എന്താ സംഭവിക്കുന്നത്, അൻവർ സ്വതന്ത്രനായിട്ട് മത്സരിക്കാൻ നോക്കുക. അൻവർ സ്വതന്ത്രനായിട്ട് മത്സരിക്കുമ്പോൾ അൻവർ കോൺഗ്രസിൽ നിന്ന് കൊണ്ടുപോയ വോട്ട് കോൺഗ്രസ് അൻവറിൻ്റെ കയ്യിലേക്ക് നിൽക്കും. ഈ ഷൗക്കത്തിൻ്റെ കയ്യിലിരിക്കുന്ന 66,000 വോട്ട് ഷൗക്കത്തിൻ്റെ കയ്യിൽ നിൽക്കുമെന്ന് വെക്കുക. അതിനേക്കാൾ കാരണം 2016 കൂടുതൽ വലിയ രീതിയിൽ ഇമേജ് വർധനയൊന്നും അവിടെ നിലമ്പൂരിൽ ഷൗക്കത്തിന് നടത്താൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് 66,000 വോട്ട് കൊണ്ട് മാത്രം ഷൗക്കത്തിന് അവിടെ ജയിക്കാൻ കഴിയില്ല. അപ്പം അൻവർ 10,000 വോട്ട് അൻവർ അന്നും കൊണ്ടത് 10,000 വോട്ടാണ്. കാര്യം ഷൗക്കത്തും അൻവറും തമ്മിൽ മത്സരം നടത്തിയ സമയത്ത് കൊണ്ടുപോയത് 10,000 വോട്ടാണ്. ആ 10,000 വോട്ട് തന്നെ ഷൗക്കത്ത് നേടിയാൽ തന്നെ അൻവർ നേടിയാൽ തന്നെ ഷൗക്കത്ത് തോക്കും. ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി, ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടെ പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്തോട്ടെ. ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥീൻ്റെ കയ്യിൽ ഇൻഡാക്റ്റായി അവരുടെ കേഡർ വോട്ടായി നിൽക്കുന്നത് 70,000 വോട്ടാണ്. ആ 70,000 വോട്ട് തന്നെ അവർക്ക് കിട്ടിയാൽ തന്നെ 4,000-4,500 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ അവർ ജയിക്കും. കഴിഞ്ഞില്ല. ഇനി എന്താണ്, ആ സമയത്ത് 2016 സമയത്ത് BDJS സ്ഥാനാർത്ഥിനെ നിർത്തിയപ്പോൾ അവർക്ക് കിട്ടിയ വോട്ട് 12,284 ഈ 12,284 വോട്ട് ഇപ്രാവശ്യം എന്ത് ചെയ്യുന്നില്ല, പോൾ ചെയ്യപ്പെടുന്നില്ല. അത് ഒരു കാരണവശാലും ഷൗക്കത്തിലേക്ക് പോകാൻ പോകുന്നില്ല. ആ ഷൗക്കത്തിലേക്ക് പോകാത്ത വോട്ട് എവിടേക്ക് ചെയ്യും, അതും കൂടെ ഇടതുപക്ഷത്തേക്ക് ചെയ്യും. അപ്പോൾ അതിനേക്കാളും കൂടുതൽ വോട്ട് കിട്ടും. അപ്പോൾ എന്താണ്, മിനിമം ഒരു 10,000 തുടങ്ങിയിട്ട് 15,000 വോട്ടിൻ്റെ ഷിഫ്റ്റിലായിരിക്കും ഈ പറഞ്ഞ പ്രശ്നങ്ങൾ മുഴുവൻ നടക്കുക. ആ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ UDFന് അവിടെ ജയിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് UDFനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രശ്നം. രണ്ടാമത്തെ കാര്യം, UDFനെ ജയിപ്പിക്കാൻ ഈ BJP വളരെ സ്ട്രോങ് ആയ ഒരു കാൻഡിഡേറ്റ് നിർത്തുകയും BJPൻ്റെ വോട്ട് മുഴുവൻ BJP കളക്ട് ചെയ്യും, കോൺഗ്രസിൻ്റെ വോട്ട് കോൺഗ്രസ് കളക്ട് ചെയ്യും, CPM വോട്ടിന് CPM കളക്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ ശക്തമായ മത്സരത്തിൽ ചിലപ്പോൾ കോൺഗ്രസിന് അധികാരത്തിൽ ജയിക്കാൻ പറ്റും. ഇപ്പം അങ്ങനെയല്ല നടക്കുന്നത്. ഇപ്പം നടക്കുന്നത് എങ്ങനെയാണ്, കോൺഗ്രസിൻ്റെ വോട്ട് കോൺഗ്രസ് ഹോൾഡ് ചെയ്യും, PV അൻവറിൻ്റെ വോട്ട് PV അൻവർ ഹോൾഡ് ചെയ്യും, CPMൻ്റെയും BJPൻ്റെയും വോട്ട് ഒരു സ്ഥലത്തേക്ക് ഹോൾഡ് ചെയ്യപ്പെടുകയും ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും, അപ്പോൾ അവിടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ഈസി ആയിട്ട് വാക്കോവർ ജയിച്ചു പോകാൻ പറ്റും. അതോടുകൂടി കേരളത്തിൽ പിണറായിസത്തിന് പിന്നെ ഒരു എതിർ ശബ്ദവും ഇല്ലാതെ മാറും. ഇതാണ് കോൺഗ്രസിലെ BJP ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും നേതാക്കന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് മനസ്സിലാക്കാനുള്ള ബോധം ആർക്കില്ല, പ്രതിപക്ഷ നേതാവ് VD സതീശില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പം പിണറായിക്ക് വേണ്ടി ബാറ്റ് ചെയ്യുന്ന നേതാവ് എന്ന് പറയുന്ന ആരാണ്, VD സതീശനാണ്. എന്താണ്, VD സതീശൻ ശക്തമായി എതിർക്കേണ്ട ആർക്കെതിരെയാണ്, കോൺഗ്രസിനെതിരെയാണ്, CPMനെതിരെയാണ്, അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാരിനെതിരെയാണ്. ആ സർക്കാരിനെതിരെ എതിർക്കേണ്ട സംവിധാനം ഈ പറഞ്ഞ VD സതീശൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് നഷ്ടപ്പെടാൻ കാരണം ഈ സമയം വരെ ഒരക്ഷരം മിണ്ടാൻ കഴിഞ്ഞിട്ടില്ല. അവിടെ പോയിട്ട് ഏകദേശം UDFൻ്റെ മുഴുവൻ നേതാക്കന്മാരും ആ മണ്ഡലത്തിലുണ്ട്. ഒരു നേതാക്കന്മാർക്ക് പിണറായി വിജയനെതിരെ ഒരു വാർത്ത സംരക്ഷണം പറയാൻ പറ്റുന്നില്ല, ഒരു വാക്ക് പറയാൻ പറ്റുന്നില്ല, ഒരു കാര്യം ചർച്ച ചെയ്യാൻ പറ്റില്ല. വന്യമൃഗശല്യം പ്രശ്നമല്ല, അവിടുത്തെ ജനങ്ങളുടെ പ്രശ്നമല്ല, അവിടുത്തെ വികസനം പ്രശ്നമല്ല. ആ പ്രശ്നം മുഴുവൻ ഇവിടെ UDFൻ്റെ കയ്യിലേക്ക് ഒതുങ്ങി. അതുകൊണ്ടാണ് ലീഗിൻ്റെ നേതാക്കന്മാരും ഘടകകക്ഷികളും എല്ലാം ആദ്യത്തെ ദിവസം തന്നെ ഒറ്റ വാക്കിൽ പറഞ്ഞല്ലോ വന്നിട്ട്, ഞങ്ങൾ തീരുമാനം എടുത്തതാണ്, അൻവറിനെ പ്രഖ്യാപിച്ചാൽ മതി, ആ പ്രഖ്യാൻ VD സതീശനെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അൻവർ എന്താണ് പറയുന്നത്, അൻവറിനെ സംബന്ധിച്ചിടത്തോളം അൻവറിൻ്റെ കയ്യിൽ, ഞാൻ അൻവറിൻ്റെ എല്ലാ കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യുന്നൊന്നുമില്ല, ഒരു കാര്യം ഞാൻ പറയാം, അൻവറിനെ സംബന്ധിച്ചിടത്തോളം അൻവറിൻ്റെ കയ്യിലാണ് ബോളിരിക്കുന്നത്, ബാറ്റിരിക്കുന്നത്. അദ്ദേഹത്തിന് അടിക്കാനുള്ള ശൈലി അടിക്കാം. ആ അടി കൊള്ളാതെ രക്ഷപ്പെടാനുള്ള ബുദ്ധി ആര് കാണിക്കലായിരുന്നു, കോൺഗ്രസ് കാണിക്കലായിരുന്നു. അതിൽ കോൺഗ്രസിന് വീഴ്ച പറ്റി, തെറ്റുപറ്റി. അതിൽ നിന്ന് മുന്നോട്ട് പോകാൻ അവർക്ക് കഴിഞ്ഞില്ലെങ്കിൽ വലിയ രീതിയിലുള്ള അടിയായിരിക്കും കൊള്ളേണ്ടി വരിക. അതുമാത്രമല്ല 2026 ഇലക്ഷനിൽ ഇതായിരിക്കും ഗേറ്റ് ഓപ്പണിങ്ങിൽ. ഇതിൽ തോറ്റിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ പറഞ്ഞ ഒരു ന്യായങ്ങളും ഇല്ല. കാരണം എന്താണ്, തൊട്ട് മുമ്പ് വരുന്ന നിയമസഭാ ഇലക്ഷനാണ്. ആ നിയമസഭാ ഇലക്ഷൻ്റെ സമയത്ത് ശക്തമായ രീതിയിൽ പ്രതികരിക്കാൻ കഴിഞ്ഞില്ല. അത് ജനങ്ങളാണ് പ്രതികരിക്കുന്നത്. ജനങ്ങൾ ഇടതുപക്ഷത്തെ ജയിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ ഒരു ന്യായമില്ല. ജനകീയ കോടതിയിൽ പിണറായി വിജയൻ ജയിച്ചു കഴിഞ്ഞു. അതോടുകൂടി പിണറായി വിജയൻ ജയിക്കുന്നതോടുകൂടി VD സതീശനും തീർന്നു, UDFൻ്റെ ഘടകകക്ഷിയിലും തീർന്നു. അത് നല്ല. ഇനി വേറെ രസം എന്താണെന്നറിയോ,
ഒറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം സാറേ. UDFിൻ്റെ പ്രതിപക്ഷ നേതാവിനെതിരെയുള്ള മുഴുവൻ വികാരങ്ങളും ഈ നിലമ്പൂരിൽ പ്രതിഫലിക്കുന്നുള്ളത് ഞാൻ വിചാരിക്കുന്നതാണ്. എൻ്റെ വിചാരം എന്താണെന്ന് അറിയോ, ഈ പറഞ്ഞ സുധാകരൻ്റെ പക്ഷം ശക്തമായി ഇതിനോട് അടിയൊഴി നടത്തും. ഈ പറഞ്ഞ സ്ഥാനാർത്ഥി മാറ്റിയ വി ജോയിൻ്റെ പക്ഷം നല്ല രീതിയിൽ അടിയൊഴുക്ക് നടത്തും. ഈ കഴിഞ്ഞ പ്രാവശ്യം കാലുവാരി തോപ്പിച്ചു എന്ന് VV പ്രകാശിൻ്റെ കുടുംബം പറയുന്ന ആ ടീം മുഴുവൻ കാലുവാരി എന്ത് ചെയ്യും, ഇതിൽ ശക്തമായി അഴിവൊക്കെ നടത്തും. ഇതിൻ്റെ മുഴുവൻ പാപഭാരവും ഏറ്റെടുക്കേണ്ട ആൾ VD സതീശനായി മാറും. അതിൻ്റെ എല്ലാ നാളത്തെ UDF യോഗത്തോട് കൂടിയിട്ട് ഇതിൻ്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുക്കാൻ പോകുന്നില്ല. ആ ഉത്തരവാദിത്തം മുഴുവൻ VD സതീശൻ ഏറ്റെടുക്കേണ്ടി വരും. അതോടുകൂടി ഈ പറഞ്ഞ UDFിലുള്ള കലകം വലിയ രീതിയിൽ മാറുകയും ഞാൻ പറഞ്ഞ ഏറ്റവും നല്ല കാലം ആരുതാണെന്നറിയോ, ഏറ്റവും നല്ല കാലം പിണറായി വിജയൻ്റെ കാലമാണ്. ഏറ്റവും നല്ല കാലമാണ് ഇപ്പോൾ. അദ്ദേഹത്തിനെതിരെ ഒന്നും ചെയ്യാൻ UDFിന് പറ്റുന്നില്ല എന്നുള്ളത്. ഒരു സ്ഥലത്ത് ഒരു ബാറ്റിൽ ഒരു PV അൻവറിൽ ഒതുങ്ങി ഇത് അവസാനിക്കാൻ പോവുകയാണ്. ഒറ്റ വിയോജിപ്പ് എനിക്കുള്ളൂ. ബാറ്റ് PV അൻവറിന്റെ കയ്യിലുണ്ട്, പക്ഷെ ബാറ്റ് ബോൾ അടിക്കാനല്ല, സ്വന്തം വിക്കറ്റ് അടിച്ചിടാനാണ് ഇപ്പോൾ. അല്ല, ഞാൻ പറയുന്നത് ജയിക്കുന്നല്ലോ, ഞാൻ പറഞ്ഞത് ജയിക്കുന്നല്ലോ. ഫുട്ബോൾ കളിക്കുമ്പോൾ ഗോൾ അടിക്കാനല്ല നോക്കുന്നത്, സ്വന്തം പോസ്റ്റിലേക്ക് നിരന്തരം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ കണക്കിനോട് എനിക്കൊരു വിയോജിപ്പുണ്ട്. ആ വിയോജിപ്പ് ഇതാണ്. 2016 PV അൻവറിനെതിരെ ആര്യാടൻ ഷൗക്കത്ത് നേടിയ വോട്ടിന്റെ കാര്യം പറഞ്ഞല്ലോ. ആ ആര്യാടൻ ഷൗക്കത്തിന് 66,000 വോട്ട്. ഇപ്പൊ ആ വോട്ട് വർദ്ധിച്ചു. കാര്യം അതിനേക്കാൾ 10,000 പോളിംഗ് കൂടിയിട്ടുണ്ട്. തുല്യമായിട്ട് അത് വീതിച്ചു പോകാൻ നിർത്തിക്കും. അങ്ങനെ വീതിച്ചു പോകുമ്പോൾ പോലും LDFിന്റെ അക്കൗണ്ടിലാണല്ലോ താങ്കൾ പറഞ്ഞ PV അൻവറിന്റെ വോട്ടുള്ളത്. ഇപ്പോൾ അത് കോൺഗ്രസിന് കൊണ്ടുവന്നാണ്. ആയിക്കോട്ടെ സാർ, ആയിക്കോട്ടെ, ലെറ്റ് ഇറ്റ് ബി. ആകെ ഭൂരിപക്ഷം 2700 അല്ലേ ഉള്ളൂ ഇപ്പോൾ. 2700 ആയിക്കോട്ടെ. ഇനി അത് എത്ര മാത്രം നിങ്ങൾ കുറച്ചാലും നിലവിലുള്ള വോട്ട് പാറ്റേൺ 5000 വോട്ടിന് അങ്ങനെയൊന്നല്ല. VV പ്രകാശിന്റെ പക്ഷെ നോക്കൂ, 2016 ആര്യാടൻ ഷൗക്കത്തിനോടുള്ള വിയോജിപ്പ് ആ മണ്ഡലത്തിൽ ഇല്ല. ഞാനൊന്ന് പറഞ്ഞു തീർത്തോട്ടെ. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ PV അൻവർ LDFിലേക്ക് കൊണ്ടുവന്ന വോട്ടുകൾ തിരിച്ചു പോകുമോ ഇല്ലയോ, അതാണ് എന്റെ ചോദ്യം. LDFിലേക്ക് PV അൻവർ കൊണ്ടുവന്ന വോട്ടുകൾ PV അൻവർ തിരിച്ചു കൊണ്ടുപോകുമോ ഇല്ലയോ? അത് കൊണ്ടുപോയാലും പ്രശ്നമില്ല. ആയിക്കോട്ടെ, അത് കൊണ്ടുപോകുന്നത് എത്രയായിരിക്കും? ഒരു 10,000 വോട്ട് കൊണ്ടുപോയാൽ LDFിന്റെ വോട്ടാണോ കുറയുന്നത്? UDF അൻവറിന്റെ കയ്യിലിരിക്കല്ലേ, UDFിന്റെ കയ്യിൽ ഇരിക്കുന്നില്ലല്ലോ. അപ്പൊ എന്ന് പറഞ്ഞാൽ അതിന്റെ കാര്യം LDF കിട്ടിയ വോട്ടിലാണ് 11,000 വോട്ട് കുറവ് വരുന്നത്. നിലവിൽ UDFിന്റെ വോട്ട് അവിടെ ഇൻടാക്ട്. അങ്ങനെയല്ല സാർ, അവിടെ പ്രശ്നം BJP സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ ഡിസിസീവ് ആവാൻ പോകുന്നത് BJPയുടെ സ്ഥാനാർത്ഥി. കേക്കൂ, നിലവിലുള്ള നിലമ്പൂർ മണ്ഡലത്തിൽ ഒന്ന് പോയി പരിശോധിച്ച് നോക്കണം. നിലമ്പൂർ മണ്ഡലത്തിൽ ഈ ആര്യാടൻ ഷൗക്കത്തിന് ഏറ്റവും കൂടുതൽ പിന്തുണയുള്ളത് ഏത് കമ്മ്യൂണിറ്റിയിലാണെന്ന് അറിയാം? അത് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ മാത്രമല്ല, പുരോഗമന മുസ്ലിം കമ്മ്യൂണിറ്റിയിലുണ്ട്. സമ്മതിച്ചു. ഒരു സാംസ്കാരിക മുഖം എന്ന നിലയിൽ ആര്യാടൻ ഷൗക്കത്തിന് ഇവിടുത്തെ ഈഴവ നായർ കമ്മ്യൂണിറ്റിക്കിടയിലുണ്ട്. ഭാസ്കരൻ പിള്ള സാറിന്റെ സഞ്ചയനത്തിൽ പങ്കെടുക്കാൻ പോയ ആര്യാടൻ ഷൗക്കത്ത് അതിനുശേഷം നൽകുന്ന സന്ദേശം ചെറുതല്ലാത്ത ആര്യാടൻ ഷൗക്കത്തിനൊരു സെക്യുലർ ആയിട്ടുള്ള ഫേസ് ആര്യാടൻ ഷൗക്കത്തിന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുന്നത് ഹിന്ദു കമ്മ്യൂണിറ്റിയിലാണ്. അതുകൊണ്ട് BDJS സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ലെങ്കിൽ UDFിലേക്കായിരിക്കും ആ ഈഴവ വോട്ടുകൾ നല്ല ശതമാനം വരിക. നല്ല ശതമാനം 2016 ഷൗക്കത്ത് മത്സരിച്ച് കഴിഞ്ഞതിന് ശേഷം ഷൗക്കത്ത് ആ കോൺഗ്രസിലൊന്നും ഉണ്ടായിരുന്നില്ല സാറേ. സ്വന്തമായി പാർട്ടി ഉണ്ടാക്കി പോവുകയത്, സംവിധാനം ഉണ്ടാക്കി പോവുകയത്. പരിപാടി നിർത്തി പോയത്. PV അൻവറിനെതിരെ ആ മണ്ഡലത്തിൽ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് കോൺഗ്രസ്. ഏത് തട്ടിൽ നോക്കിയാലും അത് PV അൻവർ ഉണ്ടാക്കി കൊടുത്ത ഐക്യം. 2011 PC ജോർജ് എന്ത് ചെയ്യും, ഉമ്മൻചാണ്ടിക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച് പുറത്തു വന്ന സമയത്ത് ഇടതുപക്ഷം എടുത്തില്ല, വലതുപക്ഷം എടുത്തില്ല. 2011 അദ്ദേഹം അവിടെ സ്വതന്ത്രനായിട്ട് ചെയ്യുന്നു. അന്ന് ജയിച്ചത് 51,800 സ്വതന്ത്രനായിട്ട് 59,809 വോട്ടിനാണ് ജയിച്ചത്. അതിന് കാരണം എന്താണെന്നറിയോ? നിങ്ങൾ ആൾക്കാരെ ചീറ്റ് ചെയ്യാൻ തീരുമാനിച്ചാൽ ജനങ്ങളിത് കാണുന്നുണ്ട്. അഹന്ത കാണുന്നുണ്ടല്ലോ, ജനങ്ങൾ അഹന്ത കാണുന്നുണ്ട്. അത് PCP എന്താണ്
PV അൻവറിന്റെ ആണോ PD സതീശന്റെ ആണോ? സുജയ കേൾക്കാനിരിക്കുന്നു. അൻവർ കീഴടങ്ങുമെന്നാണ് ചോദ്യം. സുജയ പാർവതി. അൻവർ കീഴടങ്ങിയിട്ടില്ലല്ലോ. കീഴടങ്ങാത്ത അൻവറിനെ നമ്മൾ മിഡ് എഡിറ്റേഴ്സ് തുടങ്ങുന്ന സമയത്ത് തന്നെ തത്സമയം കേട്ടുകൊണ്ടാണല്ലോ ചർച്ചയിലേക്ക് വന്നത് തന്നെ. അൻവർ കീഴടങ്ങിയിട്ടില്ല എന്ന് മാത്രമല്ല, അൻവർ എരിഞ്ഞില്ലാതായാലും വേണ്ടില്ല സതീശനിസം ഇല്ലാതാക്കും എന്നുള്ള ഒരു ദൃഢനിശ്ചയത്തിലാണ് എന്നാണ് ഇപ്പോൾ പ്രതികരണങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതായത് പിണറായിസത്തിനെതിരായ പോരാട്ടം സതീശനിസത്തിനെതിരെയാക്കി മാറ്റിയിരിക്കുകയാണ് അൻവർ. രണ്ടും ഒന്നാണ്. അതായത് സതീശനും പിണറായി രണ്ടും പൊളിറ്റിക്കൽ നെക്സസ് എന്ന് മാത്രമല്ലല്ലോ, രണ്ടും ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണല്ലോ. കേരളത്തിലില്ല എന്ന് പറയുന്നെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെയുള്ള കൊടുക്കൽ വാങ്ങലുകൾ എന്താണെന്ന് കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിന് മുൻപ് നല്ല രീതിയിൽ വൃത്തിയായിട്ട് എക്സ്പോസ് ചെയ്യുകയാണ് സതീശനും പിണറായി വിജയനും തമ്മിലുള്ള ആ ഒരു ബന്ധം. അത് സ്ഥാപിക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇനി അൻവർ വിളിച്ചു പറയാൻ പോകുന്നത്. നാളെ ബാക്കി പറയാമെന്നൊക്കെ പറഞ്ഞാണ് അൻവർ അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ മുഖ്യമന്ത്രി പറഞ്ഞ ഒരു വാചകം ശ്രദ്ധേയമാണ്. അത് VD സതീശനെതിരെ തന്നെയാണ്. കറിവേപ്പില പോലെ കളഞ്ഞു എന്നുള്ള വാചകമാണ്. കറിവേപ്പില എടുത്ത് കളയുന്നത് എപ്പോഴാണ്? കറി ഉണ്ടാക്കി കറിക്ക് രുചി പകരാനായി നല്ലതുപോലെ താളിച്ചിടാൻ, അതായത് പിണറായി വിജയനെതിരായ താളിപ്പൊക്കെ കഴിഞ്ഞു. അതിനുശേഷം പതുക്കെ ആ കറിവേപ്പില എടുത്ത് പ്ലേറ്റിന് പുറത്തേക്ക് അങ്ങ് എടുത്തു വെച്ചു സതീശൻ. അപ്പോൾ ആ താളിക്കൽ കഴിഞ്ഞ് എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പിലയെ നോക്കിയാണ് മുഖ്യമന്ത്രി ഇന്ന് ആ സ്റ്റേറ്റ്മെന്റ് നടത്തിയിരിക്കുന്നത്. അത് നിലമ്പൂരിലെ ജനങ്ങളും കാണുന്നുണ്ട്. മുഖ്യമന്ത്രിക്കെതിരെ, LDFനെതിരെ, സർക്കാരിനെതിരെ പറയാനായി സർക്കാരിന്റെ ഭാഗമായിരുന്ന ഒരാളെ നന്നായി ഉപയോഗിച്ചു, നല്ല വൃത്തിയായി ഉപയോഗിച്ചിട്ടുണ്ട്, അന്നൊക്കെ കൂടെയുണ്ട് എന്നുള്ള ഒരു അമിത ആത്മവിശ്വാസം കൊടുത്തുകൊണ്ട് നമ്മൾ ഈ അവസാനം ഈ പാണ്ടിലോറിയുടെ അടിയിൽ കയറിയ തവളയുടെ അവസ്ഥ ആവാതിരിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ അൻവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് എന്തായാലും എന്നെ കൊല്ലും, എൻ്റെ മരണം എങ്ങനെയാണെന്ന് തീരുമാനിക്കാനായിട്ടുള്ള അവകാശമെങ്കിലും എനിക്ക് വിട്ടുതരുമെന്ന മട്ടിലാണ് ഇന്ന് അൻവർ സംസാരിച്ചത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഒതുക്കാൻ നോക്കുകയാണ്. അപ്പോൾ എന്നെയാണോ അതോ പിണറായി വിജയനെയാണോ ഒതുക്കാൻ നോക്കുന്നതെന്നൊക്കെ സതീശനോട് ഡയറക്റ്റ് ചോദ്യമാണ് ഇന്ന് അൻവർ പകൽ നടത്തിയ പ്രതികരണത്തിൽ നടത്തുന്നത്. എത്ര തവണ PK കുഞ്ഞാലിക്കുട്ടി വിഷയത്തിൽ ഇടപെട്ടു. ഈ പ്രശ്നം എങ്ങനെയെങ്കിലും ഒന്ന് പരിഹരിക്കാൻ എങ്ങനെയെങ്കിലും ഒന്ന് പരിഹരിക്കാൻ ലീഗ് ശ്രമിക്കുമ്പോൾ ആ ശ്രമം പോലും കണ്ടില്ലെന്ന് നടിക്കുകയാണ്. ഇന്ന് 15 മിനിറ്റോളം BD സതീശനും PK കുഞ്ഞാലിക്കുട്ടിയും തമ്മിൽ സംസാരിച്ചതിന് ശേഷം PK കുഞ്ഞാലിക്കുട്ടി അപ്പോഴും പോസിറ്റീവായി ഇതെങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് തീർക്കണം എന്നുള്ളൊരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മുസ്ലിം ലീഗിന്റെ ആ ഒരു ശ്രമത്തെ പോലും കണ്ടില്ല എന്ന് നടിക്കുന്ന ഒരു UDF ചെയർമാൻ, അത് UDFന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാകണം. കാരണം നേരത്തെ ഉണ്ടായിരുന്നവരൊന്നും അങ്ങനെയല്ല പെരുമാറിയിട്ടുള്ളത്. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കാനാണ് ശ്രമിക്കുന്നത്, അല്ലാതെ കൂടുതൽ വഷളാക്കാനായിട്ടല്ല. അവിടെ വ്യക്തി താല്പര്യങ്ങളല്ല, മുന്നണി താല്പര്യങ്ങളാണ് എപ്പോഴും മുന്നിൽ നിന്നിട്ടുള്ളത്. ഇവിടെ എന്തായാലും ഐക്യജനാധിപത്യ മുന്നണി എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ. ഒരൈക്യവുമില്ല മുന്നണിയിൽ എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. അല്ലെങ്കിൽ ലീഗിനെ പോലെ മലബാറിൽ പ്രധാനപ്പെട്ട ഘടകകക്ഷിയാണ്. മലബാറിൽ കോൺഗ്രസിന്റെ സ്വാധീനം എത്രയാണ്? -K സുധാകരൻ എന്താണ് മലബാറിൽ കോൺഗ്രസ്? അതൊക്കെ ഒന്ന് ആലോചിക്കണം. ലീഗിന്റെ സ്വാധീനം എത്രത്തോളം ഉണ്ട്? പ്രത്യേകിച്ചും മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിൽ പോയി മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കാണ് പോകുന്നത്. അപ്പോൾ ലീഗ് പറയുന്നത് പൂർണ്ണമായും തള്ളിക്കളയുന്നതൊന്നും ശരിയല്ല. ഇവിടെ ലീഗ് വളരെ പ്രാക്ടിക്കലായിട്ടുള്ള ഒരു സമീപനമാണ് എടുത്തിരിക്കുന്നത്. അത് ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ് മാത്രം മുന്നിൽ വെച്ചുകൊണ്ടല്ല, തദ്ദേശ തെരഞ്ഞെടുപ്പും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും എല്ലാം കണ്ടുകൊണ്ടാണ് ലീഗ് അൻവറിനെ കൂടെ നിർത്തൂ, ഇങ്ങോട്ടേക്ക് ചേരാൻ വന്നതല്ലേ, അല്ലാതെ ശത്രുവൊന്നും അല്ലല്ലോ, നിങ്ങളെ തല്ലാനോ കൊല്ലാനോ ഒന്നും വരുന്ന ഒരാളല്ല. ഒരു നിന്നിരുന്ന മുന്നണി വിട്ട്, അതും ഭരണമുന്നണിയുടെ ഭാഗമായിരുന്ന ഒരു MLA, സ്വതന്ത്ര MLA, LDFന്റെ ഒപ്പം ഉണ്ടായിരുന്ന പിണറായി വിജയനുമായിട്ടൊക്കെ ഏറെ അടുപ്പമുണ്ടായിരുന്ന ഒരു MLA, ആ പിണറായി വിജയനെ തള്ളി പറഞ്ഞുകൊണ്ട് വരുമ്പോൾ ആ സാഹചര്യം എന്തുകൊണ്ട് മുതലാക്കുന്നില്ല? അയാളെ കൂടുതൽ വെടക്കാക്കുകയാണ്. അങ്ങനെ വെടക്കാക്കുന്നത് എന്തിനാണ് എന്ന ചോദ്യം ലീഗ് സ്വാഭാവികമായും ചോദിക്കും. അത് കൃത്യമായി അവർ ചെയ്തിരിക്കുന്നു. ഈ വിഷയത്തിൽ ഞാൻ മുസ്ലിം ലീഗിന്റെ നിലപാടിനൊപ്പമാണ്. പ്രാക്ടിക്കലായിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള സമീപനം എടുത്തിരിക്കുന്നത് മുസ്ലിം ലീഗാണ്, PK കുഞ്ഞാലിക്കുട്ടിയാണ് എന്നതാണ് ഈ വിഷയത്തിലെ എൻ്റെ അഭിപ്രായം. ഇവിടെ ഷൗക്കത്തിനെ MLA ആക്കാനായിട്ടല്ല ഞാൻ രാജിവെച്ചത് എന്ന് പറയുന്നത് അൻവറിന്റെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു മറുപടി ആയിട്ട് വേണം കാണാൻ. കാരണം ആര്യാടൻ ഷൗക്കത്ത് PV അൻവറിന്റെ എതിരാളിയായിരുന്നു, എതിർ സ്ഥാനാർത്ഥിയായിരുന്നു. അന്ന് ആര്യാടൻ ഷൗക്കത്തിനെ തോൽപ്പിച്ച് ജയിച്ച PV അൻവറിന് ഷൗക്കത്തിന്റെ ദൗർബല്യങ്ങൾ എന്തൊക്കെയാണെന്നറിയാം. VV പ്രകാശ് മത്സരിച്ചപ്പോൾ ഇന്ന് ദേശാഭിമാനിയിലെ ലേഖനം MV ഗോവിന്ദൻ മാഷിൻ്റെത് വായിച്ചു കാണുമല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് VV പ്രകാശിന്റെ മകളുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഈ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് എത്തുമ്പോൾ തന്നെ വരുന്നത് എന്തുകൊണ്ടാണ്? എല്ലാം ഓർമ്മയുണ്ടാകണമെന്ന ഓർമ്മിപ്പിക്കൽ അവർ നടത്തുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ ആ ലേഖനത്തെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് LDF കൃത്യമായി ഈ സാഹചര്യം ഉപയോഗിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതിന് തുടർച്ചയായിട്ട് തന്നെ പറയുന്നു, ഇങ്ങനെ ഒരു പോക്കാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ LDFന് CPIMന് അവരുടെ സ്വന്തം ചിഹ്നത്തിൽ, പാർട്ടി ചിഹ്നത്തിൽ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയെ നിർത്തി വിജയിക്കാനുള്ള കളമൊരുക്കാനുള്ള സാധ്യതയാണ് തുറക്കുന്നത്. അതാണ് അവിടുത്തെ പ്രാക്ടിക്കൽ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. ലീഗ് ഇടഞ്ഞു നിൽക്കുന്നു. ആര്യാടൻ മുഹമ്മദുമായി ലീഗിനുണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ ആര്യാടൻ ഷൗക്കത്ത് വരുമ്പോഴേക്കും അതെല്ലാം തീർന്നു, എല്ലാവരും ഒന്നായി എന്ന് പറയുമ്പോൾ ഐക്യജനാധിപത്യ മുന്നണിയിലെ ഐക്യമില്ലാതാകുന്നത് ഈ ഒരു അൻവർ വിഷയത്തിലാകുമോ എന്നൊരു ആശങ്ക ലീഗിനുണ്ട്. അതാണ് ലീഗിന്റെ പ്രതികരണങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രഖ്യാപിക്കാൻ ചുമതലപ്പെടുത്തിയ വ്യക്തി ഇത്രയും ദിവസം അത് ചെയ്യാതെ പിടിച്ചുവെച്ച് ഇപ്പോൾ എന്നോട് നയം വ്യക്തമാക്കാനാണ് പറയുന്നത്. ഇതാണ് അൻവറിന്റെ വാചകങ്ങൾ. ഇത് കൃത്യമായി അൻവർ PK കുഞ്ഞാലിക്കുട്ടിയോടും പറഞ്ഞിട്ടുണ്ട്. PK കുഞ്ഞാലിക്കുട്ടി അടക്കം പങ്കെടുത്ത UDF ഏകോപന സമിതി യോഗത്തിൽ കോഴിക്കോട്ട് വെച്ച് ചുമതലപ്പെടുത്തിയത് കൺവീനറെയാണ്. ആ കൺവീനർ എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല? അൻവറിനെ ഒതുക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിലേക്ക്
സതീശൻ ഈ തെരഞ്ഞെടുപ്പിനെ കൊണ്ടുപോവുകയാണോ എന്ന അൻവറിന്റെ ചോദ്യം അത് ലീഗിന്റെ മുന്നിലും അൻവർ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്തായാലും ഇതിൽ നിന്ന് ഇതുവരെ തുടരുന്ന ചർച്ചകളിൽ നിന്ന് അൻവറിനെ വേണ്ട എന്ന് ഈ നിമിഷം വരെയും പറയാൻ തയ്യാറായിട്ടില്ല. ഒറ്റയ്ക്ക് മത്സരിച്ച് ജയിക്കാനായിട്ടുള്ള സംവിധാനമുണ്ട്, അത്രയും പവർ ഉണ്ട് കോൺഗ്രസിനെങ്കിൽ വേണ്ട അൻവർ എന്ന് പറഞ്ഞാൽ മതി. അത് പറയാതെ ഇത് നീട്ടി കൊണ്ടുപോവുകയാണ്. നാളെ ഇനി UDF യോഗം ചേരാൻ പോവുകയാണ്. KC വേണുഗോപാൽ ഇന്നും പറഞ്ഞത് അൻവർ മത്സരിക്കില്ല എന്നാണ് കരുതുന്നത്, പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുമെന്നാണ്. പക്ഷേ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലേക്ക് എത്തേണ്ട പ്രധാനപ്പെട്ട വ്യക്തി, ആ വ്യക്തി അൻവറിനെതിരെ, അൻവറിനെ എന്തോ വലിയ എതിരാളിയായി, പിണറായി വിജയൻ പോലും അൻവറിനോട് ഇത്രയും ശത്രുതയുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം പിണറായി വിജയനൊക്കെ ഇന്ന് എത്ര സോഫ്റ്റ് ആയിട്ടാണ് അൻവറിനെ കുറിച്ച് പറഞ്ഞത്. അൻവറിനെ ഒഴിവാക്കിയവർക്കെതിരെയാണ് ഇന്ന് പിണറായി വിജയൻ സംസാരിച്ചത്. അതുകൂടി കാണേണ്ടതാണ്. ഡോക്ടർ അരുണിന്റെ ചിരിയൊക്കെ വരുന്നുണ്ട്. ആ ചിരി ഒരു സതീശൻ ചിരിയായിട്ടാണ് തോന്നുന്നത്. പക്ഷെ അങ്ങനെയല്ല കാര്യങ്ങൾ. ഇവിടെ UDF സ്ഥാനാർത്ഥിയെ പിണറായി വിജയന്റെ ഒക്കെ എത്ര മാന്യമാണെന്ന് പറഞ്ഞു. അല്ല, പിണറായി വിജയന്റെ ഈ വിഷയത്തിലെ സ്റ്റാൻഡ് മാന്യമല്ല എന്ന് താങ്കൾക്ക് അഭിപ്രായമുണ്ടോ? പിണറായി വിജയന്റെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. പിണറായി വിജയന് അല്ല ഡോക്ടർ അരുൺ, ഞാൻ പിണറായി വിജയനെയോ അദ്ദേഹത്തിന്റെ പാർട്ടിയോ പിന്തുണയ്ക്കുന്ന താങ്കളെ പോലെ ബ്ലൈൻഡായി ബാറ്റ് ചെയ്യുന്ന ഒരാളല്ല. ശരി, അപ്പോൾ താങ്കൾ പൂർണ്ണ ബോധ്യത്തോടെ ബാറ്റ് ചെയ്യുന്നു. ശരി, പൂർണ്ണ ബോധ്യത്തോടെ ബാറ്റ് ചെയ്യുന്നു. ശരി, ബ്ലൈൻഡ് അല്ല. ഓക്കെ, ഫുള്ളി കൺവിൻസ്ഡ് ബാറ്റിംഗ് ആണ്. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വന്നത് ശരി, ഓക്കെ, ആയിക്കോട്ടെ. അപ്പോൾ ഈ വിഷയത്തിൽ പിണറായി വിജയൻ എടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ സത്യസന്ധതയോടുകൂടിയുള്ള ഒരു നിലപാടാണ്. അൻവർ പോയപ്പോഴും എടുത്തത് അതാണ്. പക്ഷേ ഇപ്പോൾ മുന്നണിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന അൻവറിനെ എങ്ങനെയും പിന്തിരിപ്പിക്കാൻ നോക്കുകയാണ്. ഈ പിന്തിരിപ്പിക്കൽ യുക്തി എന്തിനാണ് ഈ VD സതീശൻ കാട്ടുന്നത് എന്നത് മനസ്സിലാകുന്നില്ല സാർ. ഇവിടെ അൻവർ UDF സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പറയണം. അത് മാത്രമാണ് പറയേണ്ടത്. VD സതീശന്റെ സ്റ്റേറ്റ്മെന്റ് ഞാൻ മിനിഞ്ഞാന്ന് പറഞ്ഞത് തന്നെയാണ് എനിക്ക് ഇന്നും പറയാനുള്ളത്. പിന്തുണയ്ക്കുന്നു എന്നല്ലേ സാർ അൻവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പിന്തുണയ്ക്കാൻ അല്ലെങ്കിൽ അൻവർ എന്തിനാണ് ഏത് ചെകുത്താൻ നിർത്തിയാലും മത്സരിപ്പിച്ചാലും കുഴപ്പമില്ല എന്ന് പറയുന്നത്? അതിപ്പോൾ ചെകുത്താനായിട്ട് കാണുന്നത് കൊണ്ടാണോ എന്ന ചോദ്യം അവിടെ നിൽക്കട്ടെ. പക്ഷേ ആരായാലും കുഴപ്പമില്ല എന്ന് അത് വായിച്ചെടുക്കാൻ സാധിക്കുമല്ലോ. പിന്നെയും നയം വ്യക്തമാക്കൂ എന്ന് പറയുന്നു. നയം വ്യക്തമാക്കൂ എന്ന് പറയുന്നു. ഇവിടെ ഇത് സോൾവ് ചെയ്യാനായിട്ട് ലീഗ് ഒരു ഭാഗത്തുനിന്ന് ശ്രമിക്കുമ്പോൾ UDF ചെയർമാൻ എന്താണ് ഇത്ര പ്രശ്നമെന്നുള്ളതാണ് ജനങ്ങൾ ചോദിക്കുക. VD സതീശന്റെ ഭാഗത്തു നിന്നും ഇപ്പൊ അൻവറാണോ ശത്രു, പിണറായി വിജയനാണോ ശത്രു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അൻവറാണ് ശത്രു, പിണറായി വിജയനല്ല. അതുപോലെ തന്നെയാണ് അൻവർ ചോദിച്ചിട്ടുള്ളത്. ഇപ്പം അൻവറോട് ചോദിക്കുന്നത് പിണറായി വിജയനാണോ ശത്രു എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ എങ്ങനെയാണ് ഇപ്പൊ രമേശ് ചെന്നിത്തലയുടെ വന്നുകൊണ്ടിരിക്കുക ബൈറ്റ്. രമേശ് ചെന്നിത്തലയുടെ ബൈറ്റ് എന്താണെന്നറിയുമോ? ഇത് ഒറ്റ കാര്യമുള്ളൂ, തീരുമാനം എടുക്കണമെന്നല്ല. എന്താ തീരുമാനം? ആര്യാടൻ ഷൗക്കത്തിനെ പിന്തുണച്ചാൽ അസോസിയേറ്റ് കക്ഷിയാണ് എന്നതാണ് കോൺഗ്രസിന്റെ തീരുമാനം. ഒറ്റക്കെട്ടായിട്ട് കോൺഗ്രസ് ഇത്രയും വലിയ പ്രശ്നം ഉണ്ടായിട്ട് രമേശ് ചെന്നിത്തല അടക്കം VD സതീശൻ ഒറ്റയ്ക്കൊന്നും അല്ല ഈ തീരുമാനം എടുത്തിരിക്കുന്നത്. VD സതീശൻ പറഞ്ഞതിനെതിരായിട്ട് KM മുരളീധരൻ പറഞ്ഞിട്ടില്ല, രമേശ് ചെന്നിത്തല പറഞ്ഞു. UDFിലേക്ക് ആളെ എടുക്കുന്ന UDFിന്റെ ഘടകകക്ഷികളാണ്. UDFിലേക്ക് ആളെ എടുക്കുന്ന ആരാ? നോക്കൂ, UDF ചെയർമാനെ ഈ കാര്യം ഏൽപ്പിച്ചു. UDF ചെയർമാൻ ഈ കാര്യം പറയുന്നതിന് മുൻപാണ് ഈ കാര്യം PV അൻവർ വന്ന് UDF നിശ്ചയിച്ച ഒരു സ്ഥാനാർത്ഥിയെ തള്ളിപ്പറഞ്ഞു. ആ സ്ഥാനാർത്ഥിയെ തള്ളിപ്പറഞ്ഞ ആളെ UDFിൽ എടുക്കണോ വേണ്ടോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചർച്ച. എന്നിട്ടും അവർ കീഴടങ്ങി. അതിനുശേഷമാണ് പറഞ്ഞത് ഒരു കാര്യം ചെയ്യൂ, താങ്കൾ പറഞ്ഞത് തിരുത്തു. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് അല്ലേ ഇന്നലെ വന്ന് പറഞ്ഞത് UDF സ്ഥാനാർത്ഥിയെ കുറിച്ച് തള്ളിപ്പറഞ്ഞത് തിരുത്തിയാൽ. അല്ല, ഇപ്പൊ അൻവർ പറഞ്ഞത് താങ്കൾ കേൾക്കാഞ്ഞിട്ടുണ്ട്. അൻവർ പറഞ്ഞ എന്താണ്? ആര്യാടൻ ഷൗക്കത്തിനെ, നല്ല മലയാളമാണ് പറഞ്ഞു, ആര്യാടൻ ഷൗക്കത്തിനെ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല, ഘടകകക്ഷിയാക്കണം എന്നുള്ള ഒറ്റ കാര്യം മാത്രമാണ് ബാക്കി. ഈ വാക്കുകൾ അൻവറിന് വിശ്വാസമില്ല. കോൺഗ്രസിനെ എന്നല്ല സാർ, കോൺഗ്രസിനെ എന്നല്ല, VD സതീശനെ. ചില ആളുകൾക്ക് ദുഷ്ടചിന്ത, ഇനി ഒരു അപകടത്തിൽ ചാടാൻ പറ്റില്ല. ആരായാലും ഒരു അപകടത്തിൽ ചാടാതിരിക്കാനുള്ള മുൻകരുതൽ എടുക്കും. വേണ്ടെന്ന് പറയേണ്ടത് VD സതീശനല്ലേ? വേണ്ട അൻവറിനെന്ന് പറയൂ. ആയിരുന്നെങ്കിൽ പിണറായി വിജയൻ പറഞ്ഞാലോ എനിക്ക് വേണ്ട പോ എന്ന് പറഞ്ഞേനെ. പിണറായി വിജയനല്ല, പാർട്ടി എന്നേ തീരുമാനം എടുത്തു. ഈ ചങ്ങാതിയെ നമുക്ക് കൂട്ടാൻ പറ്റില്ലാത്തതുകൊണ്ടാണ് സ്വന്തം പാർട്ടിയിൽ നിന്നൊരു കേഡർ അംഗത്തെ പോലും, ഒരു ലോക്കൽ കമ്മിറ്റി അംഗത്തെ പോലും PV അൻവറിനെ കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ല. അതാ CPM-നും DYF-ക്കും PV അൻവറിന്റെ രാഷ്ട്രീയം എന്താണെന്ന് ബോധ്യമായതുകൊണ്ടാണ്. അത് ബോധ്യമാവാഞ്ഞത് UDF-ന് മാത്രമേ ഉള്ളൂ. അത് ബോധ്യമായ ഒരു കിട്ടിയ ഒരു അവസരമായി LDF-നെ അടിക്കാൻ PV അൻവറിനെ ഉപയോഗിച്ചു. പക്ഷേ PV അൻവർ സ്വയം ഒരു വടിയായിട്ട് മാറി UDF-നെ അടിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് ഇപ്പോൾ അൻവർ P ശശി വിഷയത്തിൽ LDF-നെതിരെ വളരെ ശക്തമായ നിലപാടെടുത്ത് പോകുമ്പോഴും അൻവറിനെ കൂടെ നിർത്താൻ വേണ്ടി ആര് ശ്രമിച്ചിട്ടുണ്ട്? LDF ശ്രമിച്ചിട്ടുണ്ട്. ആ മര്യാദ അതെന്താണ്? അതെന്ന് പറയുന്ന ഒരു സംവിധാനത്തെ കൂടെ നിർത്താനുള്ള ആഗ്രഹം കൊണ്ടാണ്. അത്രയധികം ശക്തമായ രീതി P ശശിക്കെതിരെ പറയുമ്പോഴാണ്. എന്നിട്ട് പോലും അൻവർ
ഉദാഹരണത്തിന് പിണറായി വിജയനെ അടിക്കാൻ അൻവറിനെ ഉപയോഗിക്കുകയായിരുന്നു. അൻവർ ആരുടെയൊക്കെ ആയുധമാകില്ല CPM-നകത്ത് ആയുധമായിരുന്നു. കുറച്ച് കഴിഞ്ഞ് പുറത്തേക്ക് ആ വിഷയം അങ്ങനെയല്ല. പക്ഷേ നമ്മുടെ മുന്നിൽ ഒറ്റ ചോദ്യമേ ഉള്ളൂ. PV അൻവർ UDF-ലേക്കാണ് വരുന്നതെങ്കിൽ UDF-ന്റെ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുന്നത് കൊണ്ട് എന്താ കുഴപ്പം? ഇപ്പോഴും പറയുന്നത് എന്താ, UDF-ന്റെ സ്ഥാനാർത്ഥിക്ക് ഇവിടെ വിജയ സാധ്യത ഇല്ലെന്ന്. അല്ല, പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ അൻവർ UDF-ന്റെ സ്ഥാനാർത്ഥിനെ ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടിയിട്ട് വോട്ട് യോജിച്ച് പോത്തുകല്ലിലോ വഴിക്കടവിലോ ചെല്ലുന്നു. അന്ന് ഇന്നലെയല്ലേ നിങ്ങൾ പറഞ്ഞത്? ഞാൻ വിചാരിക്കുന്നില്ല അരുൺ സാറേ, ഞാൻ വിചാരിക്കുന്നില്ല ഈ UDF-ന്റെ ഘടകകക്ഷിയാക്കാതെ അൻവർ ഒരു കാരണവശാലും ഈ ഷൗക്കത്തിനെ പിന്തുണയ്ക്കുന്നത് ചിന്തിക്കുന്നില്ല. അൻവർ പറയുന്ന ഒരു കാര്യമുണ്ട്, എന്താ അറിയോ, ഷൗക്കത്ത് ജയിക്കോ തോക്കോ എന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അത് എന്ന് പറഞ്ഞാൽ അപ്പൊ അതാണ് ഒരു ചോദ്യം. അവിടെയുള്ള വോട്ടർമാര് നാളെ ഇയാളെ ഘടകകക്ഷി ആക്കിയതിനു ശേഷം വോട്ടിന്റെ പ്രചരണത്തിന് ചെല്ലുമ്പോൾ ചോദിക്കുകയാണ്, നിങ്ങളല്ലേ ഇന്നലെ അന്നേരം അദ്ദേഹത്തിന് ഒരു കാര്യം പറയാം, എന്താ അറിയോ, നിങ്ങൾ വോട്ട് ചെയ്യേണ്ടത് പിണറായിസത്തിന് എതിരാന്ന് പറയാം, പിണറായിസത്തിനെതിരായിട്ട് നിങ്ങൾ ഷൗക്കത്തിന് വോട്ട് ചെയ്യണമെന്ന് പറയാം. ഷൗക്കത്തിന് പേര് പറയേണ്ട കാര്യമില്ല. ഇപ്പോഴത്തെ സിറ്റുവേഷൻ അൻവർ മത്സരിക്കുന്നുണ്ടോ ഇല്ലയോ തീരുമാനിക്കാൻ അൻവറിന് പറ്റുന്നില്ല. അൻവർ മത്സരിക്കുന്നില്ല, തീരുമാനിക്കാൻ ഷൗക്കത്തിന്. PV അൻവർ ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം ആർക്കെതിരെയാണ്? പിണറായിസത്തിനെതിരെ. അതാണോ ഇപ്പൊ നടക്കുന്നത്? ആണ്. ഈ 3 ദിവസം പിണറായി സത്തിനെതിരെ എന്ത് പ്രചരണമാണ് നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടത്? സ്വന്തം വ്യക്തിത്വം കളഞ്ഞിട്ട് അൻവർ UDF-ന്റെ കൂടെ നിൽക്കണോ വേണ്ടയോ? വ്യക്തിത്വമല്ല, പാർട്ടി എന്ന് പറയുന്നത് ഒരു ആശയമാണ്, വ്യക്തിയല്ല. അതാണ് PV അൻവർ ഇപ്പോഴും ഈ UDF-നെയും രാഷ്ട്രീയത്തെയും കണ്ടിരിക്കുന്നത് ഒരു വലിയ പാറമടയായിട്ട്. ആ പാറമട പൊട്ടിക്കാൻ വരുന്ന ഒരു ക്വാറി മുതലാളിയുടെ ഭാവമാകരുത് ഒരു PV അൻവർ രാഷ്ട്രീയ രാഷ്ട്രീയത്തിലെ ബിസിനസ് ലോജിക്ക് എപ്പോഴും അപ്പുറമാണ് ഒരു സൂപ്പർ ബിസിനസ്. അതിന്റെ പരിചയക്കുറവ് PV അത് വ്യക്തമായിട്ട് അറിയാവുന്ന ആൾക്കാരാണ് കോൺഗ്രസ് ഉള്ളത്, ലീഗിലുമുള്ളത്. ഇതൊന്നും മനസ്സിലാവാത്ത ആളാണോ PK കുഞ്ഞാലിക്കുട്ടി? PK കുഞ്ഞാലിക്കുട്ടി എന്താ പറയുന്നത്? ലീഗിനകത്ത് എന്ത് താല്പര്യമുള്ളത്? ലീഗിന് ഒരൊറ്റ താല്പര്യമുള്ളൂ, UDF വിജയിക്കണം. നിങ്ങൾ ഈ പറയുന്ന കാര്യം കുഞ്ഞാലിക്കുട്ടിനെ ബോധിപ്പിക്കാൻ വേറെ ആരെയും ബോധ്യപ്പെടുത്താൻ എന്താ പറഞ്ഞ ലീഗ്? ഇതേ കാര്യം തന്നെ പറഞ്ഞ കോൺഗ്രസ് എടുത്തിരിക്കുന്ന തീരുമാനം എന്താ? UDF-ന്റെ സ്ഥാനാർത്ഥി അംഗീകരിച്ചാൽ PV അൻവർ UDF-ന്റെ അതൊന്നും പറഞ്ഞില്ല. പ്രശ്നം നാളെ വൈകുന്നേരത്തിനുള്ളിൽ തീർക്കണം എന്ന് പറഞ്ഞാൽ അല്ലാതെ തീരുമാനമാണെന്ന് ഈ സതീശൻ പറയുന്ന കാര്യം എന്തുകൊണ്ട് കുഞ്ഞാലിക്കുട്ടി സതീശനിലേക്ക് ചുരുക്കുന്നതിന് സതീശൻ പറയുന്ന കാര്യം കുഞ്ഞാലിക്കുട്ടി പറഞ്ഞൂടെ? നിങ്ങൾ ഷൗക്കത്തിനെ പിന്തുണയ്ക്കൂ, ഞങ്ങൾ എടുക്കാന്ന് കുഞ്ഞാലിക്കുട്ടിക്ക് പറഞ്ഞൂടെ? എന്തുകൊണ്ട് പറയുന്നില്ല? ഒറ്റ കാര്യമുള്ളൂ, പ്രായോഗിക ബുദ്ധിയുള്ളതുകൊണ്ടാണ്. ഇതേ കാര്യം PV അൻവർ LDF-ലാണെങ്കിൽ ഇതേ തീരുമാനം എടുത്താൽ LDF ഘടകകക്ഷിയാക്കൂ. എടുത്തിട്ടില്ലല്ലോ, ഇല്ലാത്ത കാര്യം പറയുന്നത്. അല്ല, ഞാൻ ചോദിച്ചതാ, LDF-ന്റെ ഘടകകക്ഷി ഗേറ്റേ ഉള്ളൂ. അത് UDF എന്ന ഗേറ്റ് ആണ്. അത് അടയ്ക്കണോ തുറക്കണോ എന്ന് VD സതീശൻ തീരുമാനിക്കും. അത്രേ ഉള്ളൂ. തുറക്കണമെന്ന് തീരുമാനിച്ചാൽ VD സതീശൻ എന്ന് പറയാം, അൻവർ അകത്ത് വരും. അകത്ത് വരണ്ടാതെ VD സതീശൻ തീരുമാനിക്കാൻ ഒരു പാർട്ടിയും മുന്നണിയും ബ്ലാക്ക്മെയിൽ ചെയ്യാൻ അനുവദിക്കുന്നത് ലീഗിന് മനസ്സിലാകാത്ത ബ്ലാക്ക്മെയിലിംഗ് ഒന്നും അല്ല. നാളെ ഓരോ നേതാക്കളായിട്ട് നാളെ ഇങ്ങനെ വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ എന്താ അവസ്ഥ? ഒന്നുമില്ല. ലീഗിന് ശരിയായ നടപടിയല്ല. നമുക്ക് ചർച്ച അവസാനിപ്പിക്കാൻ സമയമായി. അൻവർ കീഴടങ്ങൂ എന്നാണ് ചോദ്യം. അൻവർ കീഴടങ്ങിയിട്ടില്ല എന്ന് തന്നെയാണ് 4 പേരുടെയും അഭിപ്രായം. പക്ഷേ കീഴടങ്ങാത്തത് അത് വിജയകരമാണോ പരാജയമാണോ എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. നിലവിൽ കീഴടങ്ങിയിട്ടില്ല, ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് 4-0. Meet the editors.